കരങ്ങൾ ഉയർത്തി കർത്താവിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ, ശക്തിയോടെ ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് പകൽക്കാലം നമ്മുടെ ക്ഷണം സ്വീകരിച്ച്, ഇവാഞ്ചലിസം ബോർഡിൻ്റെ ക്ഷണം സ്വീകരിച്ച് നമുക്ക് മുഖ്യ സന്ദേശം നൽകുവാനായിട്ട് നമുക്കെല്ലാവർക്കും ക്രിസ്തുവിൽ പരിചിതനായ കർത്താവ് ഈ കാലഘട്ടങ്ങളിൽ വളരെ ശക്തമായി നമ്മുടെ കേരളത്തിലും വടക്കേന്ത്യയിലും വിദേശ രാജ്യങ്ങളും ഒക്കെ വളരെ ശക്തമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതനായ കർത്താവിൻ്റെ വലിയൊരു ദാസൻ പാസ്റ്റർ ബി മോനച്ചൻ കായംകുളം നമ്മുടെ മധ്യത്ത് ഇന്ന് പകൽക്കാലം കടന്നു വന്നിട്ടുണ്ട്. ആമേൻ, സ്തോത്രം. നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. തുടർന്നുള്ള ശുശ്രൂഷകൾക്കായി ബഹുമാന്യ ദൈവദാസനെ വളരെ ആദരവോടെ ക്ഷണിച്ചുകൊണ്ട് ദൈവസ്ഥനായിരിക്കുന്നു. പ്രാർത്ഥനയോടെ ആയിരിക്കാം. കർത്താവിൻ്റെ ദാസനെ തുടർന്ന ശുശ്രൂഷയ്ക്കായി ക്ഷണിച്ചുകൊള്ളും. പ്രൈസ് ലോർഡ്. കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഒരിക്കൽ കൂടെ ശക്തിയോടെ വളരെ അനുഗ്രഹീതമായി പകലിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹീതമായി പാസ്റ്റേഴ്സ് മീറ്റിങ്ങിൽ നിങ്ങളോടൊപ്പം ആയിരിക്കാൻ കർത്താവെന്ന വിലയേറിയ അവസരം ഞാൻ കർത്താവിന് വാഴ്ത്തർപ്പിക്കുന്നു. അനുഗ്രഹീതരായ അഭിഷക്തന്മാരായ എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വിശേഷിച്ച് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുന്ന വളരെ ശക്തരായ ആത്മീയ നേതൃത്വത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൽ ബഹുമാന്യ ദൈവദാസൻ പാസ്റ്റർ എം എ വർഗീസ് അവറുകൾ, ജനറൽ പ്രസിഡന്റ് പാസ്റ്റർ GJ അലക്സാണ്ടർ സ്റ്റേറ്റ് പ്രസിഡന്റ്, പാസ്റ്റർ തോമസ് വർഗീസ് പഞ്ചാബ് പ്രസിഡന്റ്, പാസ്റ്റർ ജോർജ് ജോസഫ് ജനറൽ സെക്രട്ടറി, പാസ്റ്റർ RC കുഞ്ഞുമോൻ വൈസ് പ്രസിഡന്റ്, പാസ്റ്റർ PM കോശി, വിശേഷീര പകൽ യോഗത്തിന് അധ്യക്ഷനായിരിക്കുന്ന കർത്തൃദാസൻ പാസ്റ്റർ D സാമുവേൽ, നല്ല ഗായക സംഘം, എല്ലാ അനുഗ്രഹീത ദൈവദാസന്മാർക്കും കർത്താവിൻ്റെ നിസ്തുല്യനാമത്തിൽ സ്നേഹവന്ദനം നൽകുന്നു. വളരെയധികം സന്തോഷമുണ്ട് നിങ്ങളോടൊപ്പം ആയിരിക്കാൻ കഴിഞ്ഞതിൽ. ഏതാണ്ട് 3 പതിറ്റാണ്ടിലധികമായി ഈ പ്രസ്ഥാനവുമായി എനിക്ക് ആത്മീയ ബന്ധമുണ്ട്. കർത്താവിൻ്റെ അഭിഷേകത്തിൻ്റെ പിതാവുള്ള കാലം മുതൽ പ്രിയ MA ജോൺ സാറ്, MA വർഗീസ് സാറ്, ഇവരൊക്കെയായിട്ട് ഒത്തിരി കാലമായി ഇതിൻ്റെ ലീഡേഴ്സുമായി എനിക്ക് സ്നേഹബന്ധമുണ്ട്. എൻ്റെ 90-91 കാലഘട്ടം മുതൽ ഞാനിവിടെ ദൈവവചനം പ്രസംഗിക്കാൻ വരാറുണ്ട്. നിങ്ങളുടെ 21 ഡേയ്സിൽ മിക്ക ദിവസങ്ങളിലും ഞാൻ പ്രസംഗിയനായിരുന്നു. കൂടാതെ പല ജനറൽ കൺവെൻഷനുകളിൽ പലയിടത്ത് അതിനും പ്രസംഗിക്കാൻ വന്നിട്ടുണ്ട്. ഒരു തവണ ഇവിടെ നടന്ന പാസ്റ്റേഴ്സ് ഫാമിലി സെമിനാറിൽ ഇവിടെയും അടൂരും പ്രസംഗിപ്പാനിടയായി. ഇന്നും ഇതൊരു പാസ്റ്റേഴ്സ് സെമിനാർ ആയതുകൊണ്ട് മാത്രമാണ് ഇത്രയും ദൂരം യാത്ര ചെയ്ത് ഞാനിവിടെ വന്നത്. എനിക്കത് സന്തോഷമുള്ളത് കൊണ്ടാണ്. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇന്നു പാരിൽ കണ്ണുനീരിൽ നിൻ വചനം വിതയ്ക്കും ഞാൻ. ഇന്നു പാരിൽ കണ്ണുനീരിൽ നിൻ വചനം വിതയ്ക്കും ഞാൻ. അന്നു നേരിൽ നിന്നരികിൽ വന്നു കാതിരുകൾ കാണും ഞാൻ. അന്നു നേരിൽ നിന്നരികിൽ വന്നു കാതിരുകൾ എല്ലാവരും കൈയൊന്ന് ഉയർത്തിപ്പിടിച്ചേ. അൻപു നിറഞ്ഞ പൊന്നേശുവേ നിൻ പാദസേവായൻ ആശേ. അൻപു നിറഞ്ഞ പൊന്നേശുവേ നിൻ പാദസേവായൻ ആശേ. എൻ മനസ്സിൽ വന്നു വാഴും നിൻ മഹത്വ പ്രത്യാശയെ. എൻ മനസ്സിൽ ഹല്ലേലൂയ വന്നു വാഴും എൻ മഹത്വ പ്രത്യാശയെ. കൈകൾ ഉയർത്തി പാടുകയെ. നീ വളർന്നു ഞാൻ കുറഞ്ഞു നിന്നിൽ മറഞ്ഞു ഞാൻ മായണോ. നീ വളർന്നു ഞാൻ കുറഞ്ഞു
കുറഞ്ഞു നിന്നിൽ ഞാൻ ഞങ്ങളുടെ കർത്താവേ, മഹത്വകരമായ വേലയ്ക്കായി ഞങ്ങളെ വിളിച്ചതിനായി സ്തോത്രം. അതിശ്രേഷ്ഠ ദൂതന്മാർ ആഗ്രഹിച്ച് ലഭിക്കാത്ത അതിമഹത്തായ പദവിയിലേക്ക് ഞങ്ങളെ വിളിച്ച കർത്താവേ, വിശ്വസ്തരായി നിൽപ്പാൻ കൃപ തരണമേ. പരിശുദ്ധാത്മാവ് സംസാരിക്കണം, നിന്റെ ശക്തി ഞങ്ങളിൽ വ്യാപരിക്കണം. ഇവിടുത്തെ കരം ഞങ്ങളെ തൊടുന്ന പകലാക്കണം. പ്രാർത്ഥന കണ്ടാൽ നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ എല്ലാവരും കരമൊന്നടിച്ച് വാതുറന്ന് അല്പസമയം ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചു. ജീസസ്, ജീസസ്, ഹല്ലേലൂയ. ഓ ശമറക്കുനിയാസന്തനിയാനമ. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 8-ാം വാക്യം. അപ്പോസ്തല പ്രവൃത്തി 1:8. വേഗത്തിൽ വാക്യങ്ങൾ വായിക്കണം. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 8. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദ്യയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകും. എൻ്റെ സാക്ഷികളാകും. നിങ്ങൾ എൻ്റെ സാക്ഷികളാകും. എന്താണ് സുവിശേഷീകരണം? നല്ല സബ്ജക്റ്റാണ് നമ്മൾ തരുന്നത്. ഗ്രേറ്റ് കമ്മീഷൻ. എന്താണ് സുവിശേഷീകരണം? ക്രിസ്തു സഹിതർ, ക്രിസ്തുരഹിതരെ ക്രിസ്തു സഹിതരാക്കുന്നതാണ് സുവിശേഷീകരണം. അവനെ അറിഞ്ഞവർ അവനെ അറിഞ്ഞിട്ടില്ലാത്തവരോട് അവനെ അറിയിക്കുന്നതാണ് സുവിശേഷീകരണം. അവനെ അറിഞ്ഞവർ അവനെ അറിഞ്ഞിട്ടില്ലാത്തവരോട് അവനെ അറിയിക്കുന്നതാണ് സുവിശേഷീകരണം. സുവിശേഷീകരണത്തിൽ നമുക്ക് വളരെ സമയം കുറവാണ്. ഇമ്പോർട്ടൻ്റായ പല കാര്യങ്ങൾ മനസ്സിലാക്കണം. സുവിശേഷീകരണത്തിൽ ദൈവത്തിൻ്റെ പദ്ധതി പോകുക, പറയുക, പോകുക, അറിയിക്കുക. ഗോസ്പൽ എന്ന് പറഞ്ഞാൽ ഗോ ആൻഡ് സ്പെൽ, പോയി പറയേണ്ട വാർത്തയാണ് സുവിശേഷം. ഞാൻ പറയുന്ന വാക്യങ്ങൾ ദയവായി, നമുക്കെല്ലാം വായിക്കാൻ സമയമില്ല, ഞാൻ ചിലതൊക്കെ പറയാം, നിങ്ങൾ കുറിച്ചെടുക്കണം. അല്ലെങ്കിൽ ഇത് ദൈവദാസന്മാരാണ് നിങ്ങൾ. തായ് സുവിശേഷം 22:18. യേശു അടുത്ത് എന്ന് സ്വർഗത്തിലും ഭൂമിയിലും, ബാക്കി നിങ്ങൾക്ക് പറയാം, സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട്, പറഞ്ഞിട്ട് ദൈവദാസന്മാരെ, നിങ്ങൾ പുറപ്പെട്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുകയും. പുറപ്പെടുക, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാനപ്പെടുത്തി ഞാൻ കൽപ്പിക്കാൻ പ്രമാണിക്കാൻ സകലജാതികളെയും ശിഷ്യരാക്കുക. അപ്പോൾ ഞാൻ അടുത്തത് മർക്കോസ് 3:14-15. മർക്കോസ് 14:15. പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പറ പിന്നെ അവൻ അവരോട്, നിങ്ങൾ, ഞാനൊരു വാക്കും പറയാൻ ബാക്കി ദേവാസന്മാർക്ക് അറിയില്ലേ? നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പീൻ. കണ്ടോ? പോയി പറയുക, പോയി പ്രസംഗിക്കുക. ലൂക്കോസ് 10:3. ലൂക്കോസ് വിശേഷം കുറിച്ചോ 10:3. പോകുവീൻ, ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെ. ഞാനൊരു വാക്ക് ഇവിടെ പറയുമ്പം ബാക്കി നിങ്ങൾ പറയണം. അയക്കുന്നു. ഓക്കെ. ലൂക്കോസ് വിശേഷം 9:60. അവൻ അവരോട്, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുരിശിലിട്ട് നീയോ പോയി ദൈവരാജ്യം പ്രസംഗിക്കുക. നീയോ പോയി ദൈവദാസം. സിസ്റ്റർ 14, ലൂക്കോസ് 14:21 മുതൽ വായിച്ച്. ലൂക്ക് ചാപ്റ്റർ 14:21. ദാസൻ മടങ്ങി വന്ന് യജമാനനോട് അറിയിച്ചു. അപ്പോൾ വീട്ടുടയവൻ കോപിച്ചു ദാസനോട്, നീ വേഗം പട്ടണത്തിലെ വീഥികളിലും ഇടത്തെരുക്കളിലും ചെന്ന് ദരിദ്രന്മാർ, അംഗഹീനർ, കുരുടന്മാർ, മുടന്തന്മാർ എന്നിവരെ കൂട്ടിക്കൊണ്ടു വരിക എന്ന് കൽപ്പിച്ചു. പിന്നെ ദാസൻ യജമാനനെ, കൽപ്പിച്ചത് ചെയ്തിരിക്കുന്നു, ഇനിയും സ്ഥലമുണ്ട് എന്ന് പറഞ്ഞു. യജമാനൻ ദാസനോട്, നീ പെരുവഴികളിലും വേലികൾക്കരികെയും പോയി എന്റെ വീട് നിറയേണ്ടതിന് കണ്ടവരെ അകത്തു കൊണ്ടുവരിക. പോകുക, ചെല്ലുക, വിളിച്ചു കൊണ്ടുവരിക, നിർബന്ധിക്കുക. പോകുക, ചെല്ലുക, വിളിച്ചുകൊണ്ട് വരിക. നീ പോയി കൊണ്ടുവരിക. ഇനിയും ലൂക്കോസിന്റെ സുവിശേഷം 19:10. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ. സുവിശേഷീകരണത്തിൽ ദൈവത്തിൻ്റെ പദ്ധതി പോകുക, ചെല്ലുക, പറയുക, വിളിക്കുക, കൊണ്ടുവരിക, നിർബന്ധിക്കുക. പോയി പറയേണ്ട വാർത്തയാണ് സുവിശേഷം. പക്ഷെ നമ്മൾ നമ്മുടെ സുവിശേഷ യോഗങ്ങളിൽ, ഞാനും 4 പതിറ്റാണ്ടായി സുവിശേഷ പ്രസംഗിയനാണ്, നമ്മൾ വെക്കുന്നൊരു ബാനറുണ്ട്, വരുവീൻ, സംബന്ധിപ്പീൻ, അനുഗ്രഹം പ്രാപിപ്പീൻ. ഭാവികളെ വേണമെങ്കിൽ വന്ന് ഞങ്ങളുടെ സുവിശേഷ യോഗവും സംഗീത വിരുന്നും ആസ്വദിച്ച് വേണേ മാനസാന്തരപ്പെട്ടു. സുവിശേഷം വന്ന് കേൾക്കേണ്ട വാർത്തയല്ല.
ചെന്നു പറയേണ്ട വാർത്തയാണ്. നമ്മളിതിനകത്ത് യോഗം വെച്ചാൽ ഇതിനകത്ത് കയറും. പണ്ടൊക്കെ വല്ലവരും വരുമായിരുന്നു. ഇപ്പം പെന്തക്കോസുകളിലൊന്നും ആൾ വരില്ല. ചെല്ലണം. നമ്മുടെ ഹോളിനകത്തേക്ക് വരുമെന്നും പറഞ്ഞിരിക്കരുത്. യേശു കർത്താവ് ക്രൂശിക്കപ്പെട്ടത് ഒരാൾത്താരയുടെ നടുവിലല്ല, ത്രോണോസിൻ്റെ നടുവിലല്ല, രണ്ടും മെഴുകുതിരിക്കാലുകളുടെ നടുവിലല്ല. യേശുവോടാ ക്രൂശിക്കപ്പെട്ട് ഗോൽഗോഥാ കുന്നിൽ, പരസ്യസ്ഥലത്ത്, രണ്ട് കള്ളന്മാരുടെ നടുവിൽ, പരിഹാസികളുടെ നടുവിൽ, ദൂഷണം പറയുന്നവരുടെ നടുവിൽ, പകിട കളിച്ചുകൊണ്ടിരുന്നവൻ്റെ നടുവിൽ, പരിഹാസികളുടെ നടുവിലാണ് യേശു ക്രൂശിക്കപ്പെട്ടത്. യേശു കർത്താവിനെ നമ്മൾ ഉയർത്തേണ്ടത് പള്ളിക്കെട്ടിലും സഭാഹോളിലും മാത്രമല്ല. യേശുവിനെ നമ്മൾ ഉയർത്തേണ്ടത് നഷ്ടപ്പെട്ടവൻ്റെ നടുവിലാണ്, പരിഹാസികളുടെ നടുവിലാണ്, ആക്ഷേപിക്കുന്നവൻ്റെ നടുവിലാണ്. പ്രശസ്തനായൊരു ചിന്തകൻ പറഞ്ഞു, നമ്മൾ ബാഗ്ഡപ്പിൽ വല വീശിക്കൊണ്ടിരിക്കുകയാണ് മീനെ പിടിക്കാൻ. എവിടാ? ബാഗ്ഡപ്പിൽ. മീനെ കിട്ടണോ? ബാഗ്ഡപ്പിൽ വീശിയിട്ട് കാര്യമില്ല. വലയും എടുത്ത് ചൂണ്ടയെടുത്തുകൊണ്ട് മീൻ ഉള്ളടം തേടി പോകണം. ആറ്റിലോ തോട്ടിലോ പോകണം. നമ്മൾ ഒറ്റാലിനകത്ത് വീണ്ടും ചൂണ്ടയിടുക. നഷ്ടപ്പെട്ടവരെവിടെ ഉണ്ടോ അവിടേക്ക് പോകണം. ഇതിനകത്തോട്ട് വന്ന് കയറത്തും പറഞ്ഞിരുന്ന ആത്മാക്കളെ കിട്ടില്ല. 3 സാക്ഷ്യങ്ങളുണ്ട്. നിങ്ങൾ എൻ്റെ സാക്ഷികൾ. ഒന്നിച്ചെന്ന് പറഞ്ഞാൽ നിങ്ങൾ ദേവദാസന്മാരെ, നിങ്ങൾ സ്തോത്രം പറയിക്കുന്നവരാ അല്ലേ? നമ്മുടെ ഒരു പ്രത്യേകത, നമ്മൾ എഴുന്നേറ്റ അവിടെ എല്ലാവരും കൈയടിക്കണം, ഹല്ലേലൂയ പറഞ്ഞു. നമ്മൾ അനങ്ങത്തേ ഇല്ല. നിങ്ങൾ ഇരുന്നുറങ്ങിയാൽ നിങ്ങളുടെ വിശ്വാസി കിടന്നുറങ്ങും. ഒരു ശുശ്രൂഷകൻ്റെ അത്രേ വിശ്വാസിയെ വളർത്താൻ കഴിയുകയുള്ളൂ. ഒന്നുകൂടെ എല്ലാവരും ഒന്ന് കൈയടിച്ചേ. മൂന്ന് സാക്ഷ്യങ്ങളുണ്ട് വേദപുസ്തകത്തിൽ. നമ്മൾ സാക്ഷി തുടങ്ങാം. എന്തൊക്കെയാണ് സാക്ഷ്യം എന്നറിയാമോ? വിശുദ്ധ ബൈബിളിൽ 3 സാക്ഷ്യങ്ങളുണ്ട്. ഒന്ന് 66 സങ്കീർത്തനം 16 വാക്യം കാണാതെ പറയില്ലേ? സകല ഭക്തന്മാരുമായുള്ളവരെ വന്നു കേൾപ്പീൻ, അവനെൻ്റെ പ്രാണന് വേണ്ടി ചെയ്തത്. അതിൻ്റെ പേരാണ് അനുഭവ സാക്ഷ്യം. പറഞ്ഞാട്ട് എല്ലാവരോടൊന്ന് പറയുന്നേ, അനുഭവ സാക്ഷ്യം. സ്വർഗത്തിലെ ദൈവം നമ്മുടെ പ്രാണന് വേണ്ടി ചെയ്തത് വിവരിക്കുന്നതാണ്. പ്രാണന് വേണ്ടി ചെയ്തത്. അത് സഭയെ വിശ്വാസിയെ പഠിപ്പിക്കണം. സാക്ഷ്യം എന്താണ്? വിശ്വാസി രോഗിയായി കിടന്നു, പാസ്റ്റർക്ക് എല്ലാം കഴിഞ്ഞില്ല, കരഞ്ഞു, പ്രാർത്ഥിച്ചു, ദൈവം സൗഖ്യമാക്കി. കടഭാരം, ദൈവം അത്ഭുതങ്ങൾ ചെയ്തു, തന്നെ കരഞ്ഞു, ആരും ചെന്നില്ല. ആ സാക്ഷ്യം കേൾക്കുമ്പം ബൈബിൾ പറഞ്ഞു, ഒരു സാക്ഷി മറ്റൊരു സാക്ഷിയെ, എൻ്റെ സഹോദരന് വേണ്ടി പ്രവർത്തിച്ച ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും, എൻ്റെ സഹോദരിക്ക് വേണ്ടി പ്രവർത്തിച്ച ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. അനുഭവ സാക്ഷ്യം. പൗലോസ് പറഞ്ഞു, പത്രോസ് പറഞ്ഞു, ഞങ്ങൾ തൊട്ടത്, ഞങ്ങൾ മണത്തത്, ഞങ്ങൾ അനുഭവിച്ചത്, ജീവൽബന്ധിയായത്, അനുഭവിച്ചത് എഴുന്നേറ്റെന്ന് പറയുമായിരുന്നു. അതിന് വരെ ഇപ്പം വഴിയെ പോയതും കണ്ടതും കേട്ടതും എല്ലാം എഴുന്നേറ്റ് ഇന്ന് അങ്ങ് ഗീർവാണം കത്തീര. ആ സ്ഥാനത്തും അസ്ഥാനത്തും സ്തോത്രവും പറഞ്ഞ് ഹല്ലേലൂയയും പറഞ്ഞ് ഞാൻ ഗ്ലോറി, എൻ്റെ ഭാര്യ ഗ്ലോറി ടു ഗോഡ്. വന്ന വഴി പട്ടി കുരച്ചുകൊണ്ട് വന്നു. സത്യത്തിൽ സാറേ, ഈ വളരുന്ന സഭകളൊന്നും സാക്ഷിയില്ല. എന്തിനാണെന്നറിയത്തില്ല. സങ്കീർത്തന വായന കഴിഞ്ഞ് ഞാൻ പറഞ്ഞുതരാം പിന്നെ. അപ്പോൾ ഒന്നാമത്തെ സാക്ഷ്യം എന്താ? അനുഭവ സാക്ഷ്യം. ഭക്തന്മാർക്ക് പ്രാണന് വേണ്ടി ചെയ്ത് വിവരിക്കുന്നതാണ്. രണ്ടാമത്തെ സാക്ഷ്യം 2 Kings chapter 4 verse 8 and 9. നമ്മുടെ വഴിയായി കൂടെ പോകുന്ന ഈ മനുഷ്യൻ വിശുദ്ധനായ
ഒരു ദൈവപുരുഷനെന്ന് ഞാൻ അറിയുന്നു. ഓ, ശൂനേം കാരത്തി എലീശയെക്കുറിച്ച് വായിക്കണ്ട അമ്മാമി, വായിക്കണ്ട, ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ, കുറിച്ചാൽ മതി നിങ്ങൾ. ഈ സാക്ഷ്യത്തിൻ്റെ പേരാണ് ജീവിത സാക്ഷ്യം. പറഞ്ഞാട്ട അഭിഷക്തന്മാരെ, ജീവിത സാക്ഷ്യം. നമ്മെക്കുറിച്ച് മറ്റുള്ളവർ പറയേണ്ടതാ, അല്ലെ നമ്മുടെ സഭാവിശ്വാസികളെക്കുറിച്ച് മറ്റുള്ളവർ പറയേണ്ടതാ. ഞങ്ങളുടെ വഴിയായി കൂടെ കൂടെ പോകുന്ന ഈ മനുഷ്യൻ വിശുദ്ധനായൊരു ദൈവദാസൻ. കൂടെ ജോലി എന്നവർ പറയണേ ഇവൻ്റെ ദൈവവൈതല, ഇവൻ്റെ ക്രിസ്ത്യാനിയാ, ഇവൻ്റെ ബന്ധക്കോസ്തുകാരനാ. ദൈവദാസന്മാരെ, നമ്മളെ നോക്കി ഈ നാട്ടിൽ നീ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ആളുകൾ പറയണം ഒരു ഭക്തനാണ് ആ പോകുന്നതെന്ന്, ഒരു വിശുദ്ധനാണ് ആ പോകുന്നത്. ജീവിത സാക്ഷ്യം. മൂന്നാമത്തെ സാക്ഷ്യം അപ്പോസ്തല പ്രവൃത്തി 26:28. അഗ്രിപ്പ രാജാവ് പൗലോസിനോട് പറയുന്നു, ക്രിസ്ത്യാനിയാകുവാൻ നീ എന്നെ അല്പം കൊണ്ട് സമ്മതിപ്പിക്കുന്നു. ഞാൻ പറയുന്നുണ്ടിരിക്കുന്നുള്ളൂ, ഞാൻ പറയുന്ന വാക്യങ്ങൾ മാത്രം സിസ്റ്റർ വായിച്ചാൽ നമുക്ക് നേരമില്ലാത്തതുകൊണ്ടാണ് പറഞ്ഞു വിടുന്നത്. ഉടനെ പൗലോസ് പറഞ്ഞ എന്താണെന്നറിയാമോ? അല്പം കൊണ്ടാകട്ടെ, വായിക്കുമ്പോൾ ആരായിട്ട് അധികം കൊണ്ടാകട്ടെ, ഈ ചങ്ങല ഒഴികെ നീ മാത്രമല്ല ഇത് കേൾക്കുന്നവരെല്ലാം എന്നെ പോലെയാകണം. ഈ സാക്ഷ്യത്തിൻ്റെ പേരാണ് സുവിശേഷത്തിൻ്റെ സാക്ഷ്യം. 3 സാക്ഷ്യം കുറിച്ചിട്ടൊന്ന് ആവർത്തിച്ച് സഭയിൽ ചെന്ന് പഠിപ്പിക്കണം. പറഞ്ഞാട്ട് 1 അനുഭവ സാക്ഷ്യം, 2 ജീവിത സാക്ഷ്യം, 3 ഇത് 3 ഉണ്ടോ സഭ ഭുമ്മെന്ന് വളരും. നമ്മൾക്ക് ജീവിത സാക്ഷ്യം വേണം. പരേതനായി വി എ തോമസ് പറഞ്ഞു, ഇത് പാസ്റ്റേഴ്സ് മീറ്റിംഗ് ആയിട്ട് പറയാം, ചിലരെയൊക്കെ കട്ടനിട്ട് പ്രസംഗിപ്പിക്കണം. കാരണം പ്രസംഗിക്കുന്ന ആരാണെന്ന് ആൾ അറിയരുത്. അങ്ങനെയാണെങ്കിൽ മാനസാന്തരപ്പെടും. ആളാരെന്ന് ഞാൻ മാനസാന്തരപ്പെടില്ല. പണ്ടൊരു ഉപദേശി ഭയങ്കരമായിട്ട് കത്തി അങ്ങോട്ട് പ്രസംഗം കയറുമ്പം പാസ്റ്റർ ഭാര്യ കമ്മിറ്റിക്കാരെ വിളിച്ചിട്ട് പറഞ്ഞെന്നാണ് പറയുന്നത്, ഈ നിങ്ങൾ 3-4 പേര് വന്ന് അവിടെ പോയി ആദിയാൻ്റെ കട്ടിലിങ് എടുത്തുകൊണ്ട് വന്ന് ഇവിടെ കൊണ്ടിടാൻ. കാരണം പുള്ളി ഇവിടെ സാക്ഷാൽ ദൈവദൂതന. അവിടെ വന്ന ദൈവദൂതനല്ല, പിശാചിൻ്റെ ദൂതനല്ല, സാക്ഷാൽ പിശാചാണ്. ജീവിതം സാക്ഷ്യമായിരിക്കണം. 4 പതിറ്റാണ്ടാണ് ഞാൻ പ്രസംഗിക്കുന്നത്. നിങ്ങൾ എൻ്റെ മെസ്സേജൊക്കെ കേൾക്കുന്നത് ഇത് നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഇന്നും ഞാൻ പറയുന്നുണ്ട്, എൻ്റെ പ്രസംഗം എൻ്റെ ജീവിതമാണ്, എൻ്റെ ജീവിതം എൻ്റെ പ്രസംഗമാണ്. ഒന്നുകൂടെ ദേവദാസിമാർ പറഞ്ഞ് 1 അനുഭവ സാക്ഷ്യം, 2 ജീവിത സാക്ഷ്യം, 3 ഇതാണ് പെന്തക്കോസ്തുകാരാ നമ്മളെ ഏൽപ്പിച്ചേക്കുന്നത്. ഈ 3 സാക്ഷ്യവും കൂടെ ഇപ്പോൾ നമ്മൾ, എനിക്കറിയില്ല നിങ്ങളുടെയൊക്കെ സഭയിൽ എങ്ങനെയാണെന്ന്, സങ്കീർത്തന വായനയ്ക്ക് ശേഷമുള്ളൊരു സാക്ഷി പറച്ചിലുണ്ട്, ഇല്ലേ? ഉണ്ട്. അതിൽ നമ്മൾ ഒതുക്കി. നമ്മുടെ സാക്ഷ്യം ഞാനൊന്ന് പറയട്ടെ. നമ്മുടെ സാക്ഷ്യം 1 പതിവ് സാക്ഷ്യം. പറഞ്ഞേ, ഒന്ന് പറയുന്നേ. പതിവ് സാക്ഷ്യം. അതെന്താ സാറേ പതിവ് സാക്ഷ്യം? എല്ലാ ഞായറാഴ്ച എഴുന്നേറ്റ് കഴിഞ്ഞ ഒരാഴ്ചക്കാലം മുഴുവൻ കർത്താവ് എനിക്ക് നല്ലവനും വല്ലഭനുമായിരുന്നു, നിങ്ങളെല്ലാവരും എൻ്റെ നിലനിൽപ്പിന് വേണ്ടി പ്രാർത്ഥിക്കണം. ടപ്പോ ഒറ്റിരിപ്പ്. 35 വർഷമായി ഇപ്പോഴും അമ്മച്ചി പറയുന്നത് നിങ്ങളല്ലേ എൻ്റെ നിലനിൽപ്പിന് വേണ്ടി പ്രാർത്ഥിക്കണം. അമ്മച്ചിയുടെ നിലനിൽപ്പ്, അച്ചാൻ്റെ നിലനിൽപ്പ് നമ്മുടെ കയ്യില. ഞെരുക്കത്തിനപ്പോ ഞാൻ തിന്നാലും കഷ്ടത്തിൻ കണ്ണു നീർ കൂടിച്ചാലും ദേഗി ദുഃഖത്താ എല്ലാം പ്രതീകൂ. പണ്ട് ഭക്തന്മാരുടെ പാട്ടും സാക്ഷി ഇതായിരുന്നു. ഒരാഴ്ച പെയ്ത മഴ മുഴുവൻ നിന്റെ വീട്ടിൽ പെയ്തിറങ്ങിയാലും നീയും നിന്റെ കുഞ്ഞും, സഭയെ പറയണം, നീയും നിന്റെ കുഞ്ഞുങ്ങളും കുട പിടിച്ചിരിക്കേണ്ടി വന്നാലും ആരാധനയ്ക്ക് വരുമ്പോൾ നിന്റെ
അതിൻ്റെ ക്ഷീണം നിൻ്റെ മുഖത്ത് കാണരുത്. നീ ചാടി എഴുന്നേറ്റ് അന്നത്തെ ഭക്തർ സാക്ഷി പറയുന്നത്, എൻ്റെ യേശുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുന്നത് ആര്? പിശാചേ, നിൻ്റെ കഷ്ടതയോ, നിൻ്റെ പട്ടിണിയോ, നിൻ്റെ നഗ്നതയോ, നിൻ്റെ ആപത്തോ, നിൻ്റെ വാളോ, നിൻ്റെ നഗ്നതയോ എൻ്റെ കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിപ്പാൻ കഴിയില്ലെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഒന്ന് കൈയടിച്ചു വാ തുറന്ന് പറ, സ്തോത്രം പറഞ്ഞു പറ, ഞാൻ ഉറച്ചിരിക്കുന്നു. പട്ടിണി ഒരാഴ്ച കിടന്നിട്ട് വന്നിട്ട് പറയാ, നിന്റെ കഷ്ടതയ്ക്കൊന്നും എൻ്റെ കർത്താവിൻ്റെ സ്നേഹത്തിന് വേർപിരിപ്പാൻ കഴിയും. അത് കേൾക്കുമ്പം വിചാരം പറയും, എൻ്റെ പുറകെ മെനക്കിടുന്ന വെറുതെയാ. ഇതിപ്പോൾ AC റൂമിൽ കിടന്നിട്ട് ഫ്രിഡ്ജിൽ എല്ലാം അടുക്കി വെച്ചിട്ട് വന്ന് പറയാ നിലനിൽപ്പിന് വേണ്ടി പ്രാർത്ഥിക്കണം. അത് കേൾക്കുന്ന താത്താൻ പറയും, ഇപ്പോഴും അമ്മച്ചി നിന്നിട്ടില്ല. എന്താ ഞാൻ പറഞ്ഞു? 10 സാക്ഷ്യം. എല്ലാ ഞായറാഴ്ചയും കർത്താവ് നല്ലവനും അതിനപ്പുറത്തോട്ടില്ല. 2 പെന്തക്കോസ്തുകാരുടെ കാര്യം ഞാൻ പറഞ്ഞത്. കുത്തുസാക്ഷ്യം. എന്താ? അയ്യോ, ഇത് കേട്ടിട്ട് ഒന്നും അറിയാത്ത പോലെ ഇരിക്കുന്നത്. പെന്തക്കോസ്തുകാരൻ്റെ അധപ്പതനത്തിന് കാരണം അതാ. നമ്മൾ പഠിക്കണം. ഈ സാക്ഷ്യ പറച്ചില്ല. ഒന്നും ഒത്തില്ലേ പാട്ടിലിട്ട് കുത്തും, അല്ലെ സാക്ഷ്യത്തിൽ കുത്തും, ഒത്തില്ലേ പാട്ടി കുത്തും, അല്ലെ പ്രാർത്ഥനയിൽ കുത്തും. ഞാൻ IPC ഒരു സെൻട്രൽ പാസ്റ്ററൂടെ 41 പാസ്റ്റേഴ്സ് എൻ്റെ കൂടെ തന്നെ ഉണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യും? ഈ സഭകളിൽ സാക്ഷ്യം നിരോധിക്കാമെങ്കിൽ പകുതി വഴക്ക് തീരും. ഞാൻ അപൂർവമായും മാത്രമേ ഞായറാഴ്ചകളിൽ വല്ലയിടും പോകും, പ്രസംഗിക്കാൻ പോകും. വളരെ അപൂർവമായി. കാരണം കായംകുളത്ത് എനിക്ക് ചർച്ചുണ്ട്, ഡിസ്ട്രിക്റ്റ് കൂടാതെ ലോക്കൽ ചർച്ചുണ്ട്. ഇപ്പോൾ 5 ആഴ്ചയായി ഞാൻ അവിടെ കൂടിയിട്ട്. കഴിഞ്ഞ ആഴ്ചകളായി ഞാൻ കുവൈറ്റിലായിരുന്നു. തൊട്ട് വന്ന് പിറ്റേ ദിവസം ബാംഗ്ലൂരിലേക്ക് പോയി. ഈ ആഴ്ചയിലാണ് പിന്നെ ചെല്ലുന്നത്. കഴിഞ്ഞ ഞായറാഴ്ച പാസ്റ്റർ വിളിക്കുമ്പോൾ 2-ാം തീയതി നമ്മൾ മാറ്റിയെടുത്ത്, ബാംഗ്ലൂരായിരുന്നു മീറ്റിംഗ്. അപ്പം ഞാനൊരിക്കലും ഒരു സഭയെ ചെന്നപ്പോഴേ സങ്കീർത്തനം വായിച്ചിട്ടിരുന്നിട്ട് സാക്ഷ്യം കൊടുത്തു. എല്ലാം എഴുന്നേക്കുവാങ്ങ്, പുസ്തകം കൊണ്ടങ്ങ് ചാടി എഴുന്നേക്കും. അപ്പോൾ ഒരാൾ എഴുന്നേറ്റിട്ട് പറയാണ്, വലിയ അനുതാപത്തോടെ, പാസ്റ്ററെ, എൻ്റെ പാപം എപ്പോഴും എൻ്റെ മുമ്പിലിരിക്കുന്നു. എൻ്റെ പാവം എപ്പോഴും. ഞാൻ വിചാരിച്ചു പുള്ളി അനുതാപത്തോടാന്ന്. കുറച്ച് കഴിഞ്ഞപ്പോൾ മുമ്പിൽ നിന്നൊരു അച്ചായൻ എഴുന്നേറ്റ് വെട്ടിപ്പൊട്ടുന്ന ഒരു സ്തോത്രം പറഞ്ഞിട്ട് പറഞ്ഞു, എൻ്റെ പാപത്തെ നീ പുറയിൽ എറിഞ്ഞു കളഞ്ഞിരിക്കാൻ സ്തോത്രം. അപ്പോൾ എനിക്ക് മനസ്സിലായി, മുമ്പിൽ ഇരിക്കുന്ന അച്ചാൻ്റെ പാവം പുറയിരിക്കുന്ന അച്ചാനും, പുറയിരിക്കുന്ന അച്ചാൻ്റെ പാവം നമുക്ക് പോരാട്ടമുള്ളത്. അതാ ഞാൻ പറയും, സാക്ഷ്യം നിരോധിക്കാവോ? ഞങ്ങളുടെ ചർച്ചകളില്ല. വളരെ അത്യാവശ്യം മുന്നിടുന്നവർക്ക് പ്രാർത്ഥനാ വിഷയം. ഞാൻ കണ്ട ലീഡിങ് ചർച്ചസിലൊന്നുമില്ല. ഇത് എന്ത് ഈ തലമുറയില്ലല്ലോ, പോവല്ലേ? കുറേ ദിവസം വെക്കണം പാസ്റ്റർ ഇതൊക്കെ, കുറേ ദിവസം. എന്താ നമ്മുടെ ഉദ്യോഗം? മുട്ടനാടുകളെ താങ്ങുക അല്ലേ? അമ്മച്ചിയുടെ സങ്കടം മാറ്റുക. നിങ്ങൾ പിണങ്ങൊന്നും ചെയ്യരുത്. അച്ചായൻ്റെ സങ്കടം മാറ്റാൻ ആ സങ്കീർത്തനവും പ്രസംഗവും എല്ലാം നമ്മൾ റെഡിയാക്കുന്നത്. ഈ കൊച്ചുങ്ങൾ ആന്നും പെട്ടിരിക്കുക. എന്തേലും ഈ പിള്ളേരെ നിലനിൽക്കാനുള്ള നമുക്ക് കൊടുക്കുന്നുണ്ടോ? അതിലേക്ക് വരാം. ഇവരുടെ സങ്കടം മാറ്റിയിട്ട് എങ്ങനെ പിള്ളേരെ നോക്കുന്നത് നമ്മൾ? ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭയുടെ ഒരു സൂക്ഷകനോടാണ് ഞാൻ. ചർച്ച് ഓഫ് ഗോഡും AGയും അവരുടെ, അല്ലേ പാസ്റ്ററെ, അവരുടെ ആളായി കണ്ടേക്കുന്നവനാണ് എന്നെ കൃപയാൽ. ഞാൻ പറയും, ഈ പോക്ക് പോയാൽ പല ഹോളുകളും വലിയ താഴിട്ട് പൂട്ടേണ്ടി വരും. കാരണം തലമുറയെ ശ്രദ്ധിക്കണം. ന്യൂജൻ്റെ പുറകിനൊക്കെ അവർ പോവാ. പോട്ടെ, നമ്മുടെ വിഷയം എന്തൊക്കെയായിരുന്നു സാക്ഷ്യം? ഇപ്പം പറഞ്ഞതാ 10 സാക്ഷ്യം. പിന്നെ പറഞ്ഞ എന്താ സാക്ഷ്യം? പിന്നെ ഒരു സാക്ഷ്യം കൂടെ ഉണ്ട്, അതുകൂടെ പറഞ്ഞിട്ട് ഞാൻ വിടാം. കള്ളസാക്ഷ്യം എന്ന് പറഞ്ഞേ. അപ്പോൾ ഒന്നുകൂടെ 3 ആവർത്തിക്കാം നമുക്ക്. 1 10 സാക്ഷ്യം, കുത്തുസാക്ഷ്യം, കള്ളസാക്ഷ്യം. വെളുപ്പിന് രാവിലെ 7 വരെ കിടന്നുറങ്ങിയിട്ട് സഭായത്തിന് വന്ന് പറയും, കഴിഞ്ഞൊരോക്കോലം മുഴുവൻ ഞാൻ ജാഗരിക്കുകയായിരുന്നു. പിന്നെ പല പല കള്ളങ്ങൾ നമ്മുടെ ഇടയിലുണ്ടെന്ന് ഞാൻ കിടക്കും. നിങ്ങളോടൊന്നും പറയണ്ട, എനിക്കറിയാം നിങ്ങളാരാണ്. ജനറൽ കൺവെൻഷന് സ്തോത്രം പറയാൻ പറഞ്ഞ് കൈപൊക്കിച്ചിട്ട് ആ ഫോട്ടോ എല്ലാം എടുത്തുകൊണ്ട് പോയിട്ട് മാനസാന്തരപ്പെടുന്നവരാണ് നമ്മുടെ വായ്പിന് കാശ് വാങ്ങുക. അപ്പം അനുഭവ സാക്ഷ്യം, ജീവിത സാക്ഷ്യം, സുവിശേഷ സാക്ഷ്യം,
ഈ സാക്ഷിയെല്ലാം കൂടെ സങ്കീർത്തന വായന ശൈലിക്ക് വന്ന കസർത്തിലാക്കി നമ്മൾ. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ പെന്തക്കോസ്ത് ജനിച്ചു വളർന്നവനാ. ഞായറാഴ്ച എല്ലാവർക്കും അവധി കിട്ടിക്കഴിഞ്ഞാൽ സഭായോഗം കഴിഞ്ഞ് 4 മണിയാകുമ്പോൾ അങ്ങ് ഇറങ്ങുമായിരുന്നു പരസ്യയോഗത്തിന്. ഇന്ന് ഏത് ചർച്ചിലാണ് പരസ്യയോഗം ഉള്ളത്? ആഴ്ച ഒരു ദിവസം വീട് വിസിറ്റ് ചെയ്യുമായിരുന്നു. ഇന്ന് ഏത് സഭകളിലാണ്? ഈ പാസ്റ്റർമാരിൽ എത്ര പേരാ വീട് വിസിറ്റ് എന്ന് കേട്ട ഉടനെ നമ്മൾ ചിന്തിക്കുന്നത് വിശ്വാസികള്, പിന്നെ നിങ്ങളെക്കൊല്ലും ജോലിയൊക്കെ ഉള്ളവരായിരിക്കും. നീയോ സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യുക. ദൈവം നിന്നെ സുവിശേഷകനായി വിളിച്ചെങ്കിൽ സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യണം. 2 തിമോത്തിയോസ് 4:5 നീയോ സകലത്തിലും നിർമ്മതനായിരിക്കുക, കഷ്ടം സഹിക്കുക, സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യുക. സുവിശേഷകന്റെ പ്രവൃത്തി എന്തുവാ? സുവിശേഷം അറിയിക്കുക. സുവിശേഷം അറിയിക്കാത്തവൻ സുവിശേഷം എന്ന പേരിന് അർഹനല്ല. സമയമുണ്ടെങ്കിൽ അതിലേക്കൊക്കെ വരാം. ഇനിയും വളരെ പ്രധാനപ്പെട്ടത് നമ്മുടെ കാര്യമാണ് പറയാൻ പോകുന്നത്. നമ്മൾ വിശ്വാസിയെ പഠിപ്പിക്കണം. ഞാൻ പറഞ്ഞ വളരെ അത്യാവശ്യമായ സബ്ജക്റ്റ് നിങ്ങൾ എടുത്തതിൽ ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു. ഞാൻ ഇതിനെക്കുറിച്ച് പുസ്തകം എഴുതിയിട്ടുണ്ട്. എനിക്ക് സാറിൻ്റെ എല്ലാം കൊണ്ടുവന്നത് മഹാനിയോഗം. എനിക്ക് ദൈവം ഒരു ആത്മഭാരം തന്ന് എഴുതി. എന്തുകൊണ്ട് നമ്മൾ സുവിശേഷം അറിയിക്കണം? നമ്മൾ എന്തുകൊണ്ട് അറിയിക്കണം? എന്നാൽ ഇറ്റ് ഈസ് എ ഗ്രേറ്റ് കമ്മീഷൻ. ദൈവത്തിൻ്റെ ശ്രേഷ്ഠ നിയോഗമാണ്. മുമ്പേ നമ്മൾ വായിച്ചു മർക്കോസ് 16:15. എന്താ വായിച്ചത്? നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സുവിശേഷം പ്രസംഗിപ്പീൻ. ദൈവം നമ്മെ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുകയാണ്. മത്തായി 28:18 നിങ്ങൾ ഭൂലോകത്തിൽ പുറപ്പെട്ട് സകല ജാതികളോടും സുവിശേഷം പ്രസംഗിക്കണം. നിയോഗമാണ് സുവിശേഷത്തിന്. തിമോത്തിയാണെന്നറിയില്ല. ആ സുവിശേഷത്തിന് ഞാൻ പ്രസംഗിയും അപ്പോസ്തലനുമായി നിയമിക്കപ്പെട്ടിരിക്കുന്നു. സഹിക്കുന്നതിൽ ഞാൻ ദുഷ്പ്രവർത്തിക്കുന്ന പോലെ ചങ്ങല ധരിക്കുന്നു. 1 കൊരിന്ത്യർ ലേഖനം 9:16 1 Corinthians chapter 9:16. ഞാൻ സുവിശേഷം അറിയിക്കുന്നു എങ്കിൽ എനിക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല. നിർബന്ധം എന്റെ മേൽ കിടക്കുന്നു. ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. It is great commission. It is last ambition of Christ. It is last commandment. കർത്താവിൻ്റെ അന്ത്യ അഭിലാഷമാണെന്ന് പറയുന്നത്. ഒരാൾ മരിക്കാൻ തുടങ്ങുമ്പം അവസാനം എന്താ പറയുന്നത് നോക്കിയിരിക്കില്ലേ? നമ്മുടെ കർത്താവ് ഇവിടുന്ന് സ്വർഗത്തിലേക്ക് പോകുമ്പോൾ പറഞ്ഞാൽ നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സുവിശേഷം അറിയിക്കണം. കമാൻഡ്മെൻ്റാണിത്. വേണേ ചെയ്യാവുന്നതല്ല, ചെയ്തേയൊക്കെ ഉള്ളൂ. ഒന്ന് കുറിച്ചോണേ, ഇത് കർത്താവിൻ്റെ കൽപ്പനയാണ്, കമാൻഡ്മെൻറ്റാണ്, അംബീഷനാണ്. 2 ഇറ്റ് ഈസ് എ ഗ്രേറ്റ് പ്രിവിലേജ്. സുവിശേഷം അറിയിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ പദവിയാണ്. റോമാലേഖനം 10:15 റോമർ 10:15 റോമർ ചാപ്റ്റർ 10:15 ദയവായി വായിച്ചാട്ട്. ആര് വായിക്കാതെ എങ്ങനെ പ്രസംഗിക്കും? നന്മ സുവിശേഷിക്കുന്നവരുടെ കാൽ എത്ര മനോഹരം എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ വലിയൊരു പദവി കിട്ടാനില്ല. നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ഏതാണ്ട് കുറഞ്ഞവരാണെന്നാണ്. 1 ശമൂവേലിന്റെ പുസ്തകം 10:24 ദൈവം തിരഞ്ഞെടുത്തവനെ നീ കാണുന്നുവോ? അവനെപ്പോലെ സർവജനത്തിലും അവനെപ്പോലെ ഒരുത്തനുമില്ലല്ലോ എന്ന് പറഞ്ഞു. വല്ലതും മനസ്സിലാകുന്നുണ്ടോ? നീ ദൈവത്താൽ തിരഞ്ഞെടുത്തവനാണെങ്കിൽ നിനക്ക് തുല്യം നിൽക്കാൻ ഒരുവനുമില്ല. ഒരഭിഷക്തന് തുല്യം നിൽപ്പാൻ ആരുമില്ല. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഡോക്ടറാകുന്നതിനേക്കാൾ, എഞ്ചിനീയർ ആകുന്നതിനേക്കാൾ, സയൻറ്റിസ്റ്റ് ആകുന്നതിനേക്കാൾ വലിയ കാര്യമാണ് ഒരു സുവിശേഷകനാകുന്നത്, ഒരു ദൈവഭൃത്യനാകുന്നത്. ഒരിക്കൽ ദാവീദിനോട് ഭൃത്യന്മാർ പറഞ്ഞു, നീ വരണ്ട, ഞങ്ങളൊരാൾ ചട്ടുപോയെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല, പക്ഷെ നീ ഞങ്ങളിൽ 10,000 പറ ദൈവദാസന്മാരെ, ഈ വേല നിങ്ങൾ മനക്കണം. ഒരു അഭിഷക്തന് തുല്യം നിൽക്കാൻ ആരുമില്ല. ഇറ്റ് ഈസ് എ ഗ്രേറ്റ് പ്രിവിലേജ്. പിന്നീട് മനസ്സിലാകും. സുവിശേഷം അറിയിക്കുക എന്നത് പദവി.
ശ്രേഷ്ഠ ദൂതന്മാരാകെ ലഭിക്കാത്ത പദവിയാണ്. പിന്നീട് അതിനൊക്കെ ഞാൻ പറയാം. 3, കുറിച്ചെടുക്കണം. എന്തുകൊണ്ട് നാം സുവിശേഷം അറിയിക്കണം? ഇറ്റ് ഈസ് ദ ഗ്രേറ്റ് മിഷൻ ഓഫ് ദ ചർച്ച്. സഭയുടെ ഏറ്റവും വലിയ മിഷൻ, ദൗത്യം സുവിശേഷം അറിയിക്കുക, ക്രൂശിക്കപ്പെട്ടവനെ ലോകത്തിന് നൽകുക, വീണ്ടെടുപ്പുകാരനെ, രക്ഷിതാവിനെ ലോകത്തിന് നൽകുക. ദൈവം ഇസ്രായേലിനെ തിരഞ്ഞെടുത്തത്, യഹൂദ ജാതിയെ തിരഞ്ഞെടുത്തത് 3 ഉദ്ദേശത്തോടെയായിരുന്നു. 1, സത്യ ദൈവത്തെ ആരാധിക്കുന്നൊരു കൂട്ടത്തെ ഭൂമിയിൽ നിലനിർത്തുക. ഏക സത്യ ദൈവത്തെ കുറിച്ചോണോ? ഇതല്ല, ഞാൻ സ്പീഡിൽ പറഞ്ഞിടുന്നേ ഉള്ളൂ, നമുക്ക് ഈ ഉള്ള ടൈം കൊണ്ട് തീർക്കണം. ഏക സത്യ ദൈവത്തെ ആരാധിക്കുന്നൊരു കൂട്ടത്തെ നിലനിർത്തുക. 2, വിശുദ്ധിയിലും നീതിയിലുമുള്ള ഒരു ജനത്തെ അവനായി വേർതിരിച്ച് നിൽക്കുക. 3, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വാഗ്ദത്ത മശിഹായെ ലോകത്തിന് നൽകുക. കുറിച്ച് കഴിഞ്ഞെങ്കിൽ പറഞ്ഞ്, എന്തിനാ ദൈവം ഇസ്രായേലിനെ തിരഞ്ഞെടുത്തത്? ഉറക്കെ പറയൂ. ഏക സത്യ ദൈവാരാധന ഭൂമിയിൽ നിലനിർത്തുവാൻ, വിശുദ്ധിയിലും നീതിയിലും ദൈവത്തെ ആരാധിക്കുന്നൊരു കൂട്ടത്തെ ദൈവത്തിനായി വേർതിരിപ്പാൻ. 3, വളരെ പ്രധാനപ്പെട്ട, ലോകരക്ഷിതാവായ വാഗ്ദത്ത മശിഹായെ അവരിലൂടെ ലോകത്തിന് നൽകാൻ. പക്ഷെ ഇസ്രായേൽ പരാജയപ്പെട്ടു. ഇസ്രായേലിനെ നോക്കി ഒരിക്കൽ പറഞ്ഞു, നിൻ്റെ ജാതികളെക്കാൾ അധികം നിനക്ക് ദൈവങ്ങളുണ്ടല്ലോ, നിൻ്റെ ഗോത്രങ്ങളുടെ എണ്ണത്തേക്കാൾ ദൈവങ്ങൾ. അവർ പോയി ജാതികളെക്കാൾ അതപ്പതിച്ചവർ വിഗ്രഹങ്ങളെ കൊണ്ട് നിറച്ചു ദേവാലയങ്ങൾ, ശലോമോനുമൊക്കെ. വിശുദ്ധി നഷ്ടപ്പെടുത്തി, മറിച്ചിടാത്ത ദോശയായി മാറി. ശ്രദ്ധിക്കൂ ദൈവദാസന്മാരെ. പക്ഷേ ഇതിൻ്റെ എല്ലാം ഇടയിൽ ദൈവം ഒരു ന്യൂനപക്ഷത്തെ കാത്തുകൊണ്ടേയിരുന്നു. ഷമറിയാന. എന്തിനാണെന്നറിയാമോ? 3ാമത്തെ കാര്യം സാധിക്കണം. എന്താ കാര്യം? വാഗ്ദത്ത മശിഹായെ ലോകത്തിന് നൽകണം. അതിനൊരു കൂട്ടം ഉണ്ടായേക്കൂ, ഇല്ലേ മനുഷ്യരുടെ വർഗത്തിന് വീണ്ടെടുപ്പില്ലാതാവും. അതിൽ പരാജയപ്പെടാൻ പാടില്ല. എന്തിനാണ് ദൈവസഭയെ പുതിയ നിയമകാലത്ത് ദൈവം തിരഞ്ഞെടുത്തത്? ഈ 3 കാര്യമേ ഉള്ളൂ. പറഞ്ഞാട്ടാന്ന് എന്തൊക്കെയാന്ന്? 1, പറഞ്ഞാട്ട് ദൈവദാസന്മാരെ, ഏക സത്യ ദൈവാരാധന നിലനിർത്തുക, വിശുദ്ധിയും വേർപാടുമുള്ളൊരു കൂട്ടത്തെ വേർതിരിക്കുക. ഇതൊക്കെ ഇതാണ് അടിസ്ഥാനം പഠിപ്പിച്ചു കൊടുക്കണം സഭയെ. അല്ലെ ദൈവത്തിന് നമ്മൾ വേണോ? അല്ലെ നമുക്ക് പെന്തക്കോസ് എന്ന് പറഞ്ഞ് നിൽക്കണോ? 3ാമത്തത്, ഓരോനോനോനോനോ അവൻ വന്നു കഴിഞ്ഞല്ലോ, ക്രൂശിക്കപ്പെട്ടവനെ ലോകത്തിന് നൽകുക. അപ്പം അവിടെ എഴുതേണ്ടത് ഇതാ, പഴയ നിയമ ഇസ്രായേലിനെ തിരഞ്ഞെടുത്തത് വാഗ്ദത്ത മശിഹായെ നൽകാനാ. ഒന്നുകൂടെ ഞാൻ ഓർഡറിൽ പറയാം. പഴയ നിയമ ഇസ്രായേലിനെ തിരഞ്ഞെടുത്തത് ഏകസത്യ ദൈവാരാധന നിലനിർത്താൻ, വേർപാടും വിശുദ്ധിയുമുള്ള ഒരു ജനതയെ വേർതിരിക്കാൻ. 3ാമത് വാഗ്ദത്ത മശിഹായെ. പുതിയ നിയമസഭയെ തിരഞ്ഞെടുത്തത് ഏകസത്യ ദൈവാരാധന നിലനിർത്താൻ, വേർപാടും വിശുദ്ധിയുമുള്ളൊരു കൂട്ടം നിൽക്കാൻ. പക്ഷേ 3ാമത്തത് വാഗ്ദത്ത മശിഹ വന്നു, ക്രൂശിക്കപ്പെട്ടവനെ ലോകത്തിന് നൽകാൻ. കൈയൊന്നുയർത്തി ദൈവത്തിന് സ്തോത്രം പറഞ്ഞേ. നമ്മുടെ കർത്താവ് ഈ ഭൂമിയിൽ വന്നു, ദൂതന്മാരുടെ ആരാധന വിട്ട്, സ്വർഗമഹിമകൾ വിട്ട്. നമ്മുടെ ദൈവത്തിൻ്റെ വല്ലഭത്വവും മഹത്വവും ഒന്നും നമുക്കിതുവരെ ശരിക്കും അറിഞ്ഞുകൂടാ. അറിഞ്ഞെങ്കിലേ അവൻ നമുക്ക് വേണ്ടി ഇറങ്ങി വന്നതിൻ്റെ മഹത്വം മനസ്സിലാവൂ. അവൻ കഷ്ടപ്പെട്ടു, ദാഹിച്ചു, വിശന്നു, രോഗം ശീലിച്ചവനായിരുന്നു. അത് കരയുക. അത് കേട്ടിട്ട് ഞാൻ ഈ മേളിൽ നിന്ന് ഉയർത്തിയതാണ്. അടിയോറ്റു, നിന്നയേറ്റു, അപമാനം സഹിച്ചു. കർത്താവ് ക്രൂശിൽ മരിച്ചു, കല്ലറ അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, സ്വർഗത്തിലേക്ക് പോയി. ഒരു ഭാവനയാണ് ഇനിയും പറഞ്ഞത് എഴുത്തുകാരൻ. സ്വർഗത്തിൽ കർത്താവ് എന്നപ്പോൾ
ദൂതസംഖ്യ അവന് ചുറ്റും കൂടി. അവൻ്റെ മുഖത്തു നോക്കാനും അരികിൽ ചെല്ലാനും ഭയപ്പെടുന്നവരാണ് ദൂതസംഘം. അവൻ അത്ര തേജസ്സിൻ്റെ പ്രഭയാണ്, തത്വത്തിൻ്റെ മുദ്രയാണ്, അടുത്തൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനാണ്. അവൻ്റെ അരികിൽ വന്ന് ദൂതന്മാർ ചോദിച്ചു, പ്രഭു, അങ്ങ് സ്വർഗം മഹിമകൾ വിട്ട്, നമ്മളീ പറയുമ്പോൾ അല്ല ഈസിയാ, ദൂതന്മാരുടെ സേവ വിട്ട് ഭൂമിയിലേക്ക് പോയി. 33.5 വയസ്സ് വരെ അങ്ങ് അവിടെ ജീവിച്ചു. മനുഷ്യക്കീടങ്ങളുടെ അടിയേറ്റു, നിന്നയേറ്റു, തുപ്പലേറ്റു. അങ്ങ് കാൽവറിയിൽ പിടഞ്ഞു മരിച്ചു. അവർക്ക് വേണ്ടി അവസാനത്തോട് രക്തം വരെ ഊറ്റി. അങ്ങ് എന്ത് സമ്പാദിച്ചു, എന്ത് നേടി? യേശു കർത്താവ് പറഞ്ഞു, ഞാൻ മനുഷ്യവർഗത്തിൻ്റെ വീണ്ടെടുപ്പ് നേടി. എന്നിട്ട് മാളികമുറിയിൽ ആരാധിക്കുന്ന ജനത്തെ ചൂണ്ടി പറഞ്ഞു, നോക്കിയേ, അവരാണ് എൻ്റെ രക്തത്തിൻ്റെ വിലയർത്ഥങ്ങൾ. സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചേ. ഇന്നും നമ്മുടെ ആരാധന ഹോളിൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ നോക്കി കർത്താവ് പറയും, ഇവരാണ് എൻ്റെ രക്തത്തിൻ്റെ വിലയർത്ഥങ്ങൾ. ദൂതന്മാരോട് പറഞ്ഞു, ഞാൻ വീണ്ടെടുപ്പ് പൂർത്തീകരിച്ചു മനുഷ്യവർഗത്തിൻ്റെ. അടുത്തത് ചോദ്യം ഒരു ദൂതൻ ചോദിക്കുകയാണ്, അങ്ങ് ഈ വീണ്ടെടുപ്പിൻ്റെ വിളംബരം ആരെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്? അങ്ങ് കാൽവറിയിൽ നിവർത്തിച്ച രക്ഷയുടെ വിളംബരം ആരെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്? യേശു കർത്താവ് പറഞ്ഞു, ദേ ശിഷ്യന്മാരെ കണ്ടോ, അവരെയാണ്. ഈ രാത്രി പകൽ നമ്മെ ചൂണ്ടി പറഞ്ഞേ, ഇവരെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. എൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരെയാണ് അതിൻ്റെ വിളംബരം ഞാൻ ഏൽപ്പിച്ചേക്കുന്നത്. ഉടനെ ഇത് പാവനയാ. ഒരു ദൂതൻ ചോദിച്ചു, അവരതിൽ പരാജയപ്പെട്ടാലോ? അവരതിൽ പരാജയപ്പെട്ടാലോ? ആ എഴുത്തുകാരൻ എഴുതിയിരിക്കുന്ന കർത്താവിൻ്റെ മുഖം മ്ലാനമായെന്ന്. അങ്ങനെയൊന്നും മാറുന്നില്ല. എങ്കിലും കർത്താവ് പറഞ്ഞു, നോ, അവർ പരാജയപ്പെടുകയില്ല. അവർ പരാജയപ്പെടാൻ പാടില്ല. സുവിശേഷീകരണത്തിൽ നാം പരാജയപ്പെടാൻ പാടില്ല. കൈയൊന്നുയർത്തി വായം തുറന്ന് ശക്തിയോടെ സ്തോത്രം. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ നിൽക്കില്ല. ഇറ്റ് ഈസ് എ ഗ്രേറ്റ് പ്രിവിലേജ്. ഹാള് പണിയലല്ല നമ്മുടെ ദൗത്യം, വേണമെന്നല്ല. സെമിത്തേരി പണിയലല്ല, റാസ നടത്തും വെടിക്കെട്ടു അല്ല സഭയുടെ ദൗത്യം. സഭയുടെ ദൗത്യം ക്രൂശിക്കപ്പെട്ടവനെ ലോകത്തിന് നൽകുക. രക്ഷിതാവിനെ കാണുക പാപി, രക്ഷിതാവിനെ. നിന്റെ നിന്റെ നമ്മുടെ ദൗത്യം അതാ പ്രിയപ്പെട്ടവരെ. സഭാഹോളിൽ എല്ലാ ഞായറാഴ്ചയും വന്ന് പ്രസംഗ കസർത്ത് നടത്താനല്ല നമ്മളെ വിളിച്ചത്. യേശുവിനെ നൽകുന്നുണ്ടോ? യേശുവിനെ ഉയർത്തുന്നുണ്ടോ? നമുക്കതിലേക്കൊക്കെ വരാം. ഇപ്പം ഞാൻ എത്ര കാര്യങ്ങൾ പറഞ്ഞു? 3 കാര്യങ്ങൾ. എന്തൊക്കെയാണ് പറഞ്ഞത്? ഇറ്റ് ഈസ് ഗ്രേറ്റ് കമ്മീഷൻ, it is a great privilege, it is a great mission of the church. 4, അവിടെയൊക്കെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷേ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഓടിക്കുകയാണ്. സുവിശേഷീകരണത്തിൽ നമ്മുടെ മാതൃക യേശു കർത്താവാണ്. യേശു നമുക്ക് വേണ്ടി മാതൃക കാട്ടി. മാത്യു ചാപ്റ്റർ 9 വേഴ്സ് 35 and 38. മത്തായി സുവിശേഷം 9:35. മത്തായി 9:35. വേണ്ടി, ഒരാൾക്ക് വേണ്ടി. നാളിലേതോ ഒരു സഭയിൽ ഒരു കൊച്ചൻ സാധനപ്പെടണമെന്ന് പറഞ്ഞപ്പം പാസ്റ്റർ പറഞ്ഞെന്ന് പറഞ്ഞു, ഒരാൾക്ക് വേണ്ടി എന്തിനാ വെള്ളത്തിൽ ഇറങ്ങുന്നതെന്ന്. ഒരാൾക്ക് വേണ്ടി ദേഹം നനയ്ക്കുന്നത് എന്തിനാ? നിനക്കൊരാത്മാവിൻ്റെ വില അറിയാവോ? സ്തോത്രം. യേശു ഒരാളെ തേടി ചെന്നെന്ന്.
ആ കൊടുങ്കാറ്റൊക്കെ അടിച്ചിട്ട് ആ കപ്പലില്ലേ വള്ളത്തിൽ അപ്പരെ ചെന്നത് എന്തിനാ പാസ്റ്റർമാരെ? അപ്പന് വേണ്ടാത്ത, അമ്മയ്ക്ക് വേണ്ടാത്ത, ഭൂതം പിടിച്ച് കല്ലറയിൽ കിടന്ന തുണി ഉടുക്കാത്ത, ഒരുത്തനും വേണ്ടാത്ത, സ്റ്റാറ്റസ് ഇല്ലാത്ത ഒരുത്തനെ തേടി യേശു എന്നെന്ന്. അതാണ് ആത്മാവിൻ്റെ വില. ഒരുത്തനെ തേടി തിന്നു. യേശു മാതൃക കാട്ടി. നമ്മൾ വായിക്കുന്ന യേശു കണ്ടു, ലൂക്കോസ് 19:10, തെരഞ്ഞു രക്ഷിച്ചു, കാണാതെ പോയതിനെ. ഇന്നിപ്പോൾ കർത്താവ് പറഞ്ഞു, ഇതാ കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാർ ചുരുക്കം. പിന്നെ നമ്മൾ വായിക്കുന്നതിലൂടെ ഞാൻ വായിക്കുന്നില്ല. യേശു കണ്ടു, യേശു കരഞ്ഞു, യേശു അയച്ചു. ഇനിയും അഞ്ചാമത്തെ കാര്യം, ആദ്യ നൂറ്റാണ്ടിലെ സഭ മാതൃക കാട്ടി. 2-3 വാക്യം പെട്ടെന്ന് വായിച്ചോ. Acts chapter 4:17, Apostles 4:17 മുതലുള്ള വാക്യം. 5:28. ഒരാളെ കൊണ്ട് തന്നെ വായിപ്പിക്കേണ്ട. നിങ്ങൾ ആർക്കെങ്കിലും വായിക്കാമെങ്കിൽ വായിച്ചോ പെട്ടെന്ന്, കുഴപ്പമില്ല. എനിക്ക് ഒന്നിലൊക്കെ പോകുന്നുണ്ടായിരിക്കും അല്ലേ? ഓക്കെ. 4:17 അടുപ്പിച്ച് വിട്ടയച്ചു. ഓക്കെ. എങ്കിലും അത് ജനത്തിൽ അധികം പരക്കാതിരിപ്പാൻ അവർ യാതൊരു മനുഷ്യരോടും ഈ നാമത്തിൽ ഇനി സംസാരിക്കരുതെന്നും നാം അവയെ തർജ്ജനം ചെയ്യണമെന്നും പറഞ്ഞു. പിന്നെ അവരെ വിളിച്ചിട്ട് യേശുവിന്റെ നാമത്തിൽ അശേഷം സംസാരിക്കരുത്, ഉപദേശിക്കുകയും അരുത് എന്ന് കൽപ്പിച്ചു. അത് പത്രോസും യോഹന്നാനും ദൈവത്തെക്കാൾ അധികം നിങ്ങളെ അനുസരിക്കുന്നത് ദൈവത്തിന് മുമ്പാകെ ന്യായമോ എന്ന് വിധിപ്പീൻ. ഞങ്ങൾ കണ്ടും കേട്ടുമിരിക്കുന്നത് പ്രസ്താവിപ്പാതിരിക്കാൻ. സുവിശേഷത്തെ ബാൻ ചെയ്യാൻ ആർക്കും കഴിയില്ല. നീ മുതൽ പ്രസംഗിക്കരുതെന്ന് പറഞ്ഞ് 5-6 അടി അടിച്ചാൽ ഞാൻ പ്രസംഗിക്കത്തില്ലെന്ന് കൊണ്ട് ഓടുന്ന മാർഗമല്ല ഇത്. ഞങ്ങൾക്ക് കണ്ടതും കേട്ടതും പറയാതിരിക്കാൻ കഴിയില്ല. നീ എത്ര അടിച്ചാലും ശരി, ഞാൻ സുവിശേഷം പ്രസംഗിക്കും. എത്ര പേർക്ക് ആ തീരുമാനമുണ്ട്? സ്തോത്രം. 5:28 താൻ അവരോട് ഈ നാമത്തിൽ ഉപദേശിക്കരുത് എന്ന് ഞങ്ങൾ നിങ്ങളോട് അമർച്ചയായി കൽപ്പിച്ചുവല്ലോ. നിങ്ങളോ യെരൂശലേമിനെ നിങ്ങളുടെ ഉപദേശം കൊണ്ട് നിറച്ചിരിക്കുന്നു. ഉപദേശം കൊണ്ട് നിറച്ചിരിക്കുന്നു. ആ മനുഷ്യന്റെ രക്തം ഞങ്ങളുടെ മേൽ വരുത്തുവാൻ ഇച്ഛിക്കുന്നു. നിങ്ങളോ നിങ്ങളുടെ ഉപദേശം കൊണ്ട് നിറച്ചു. നിങ്ങളോട് പറഞ്ഞതാ ഇത് പറയരുതെന്ന്. ഇനിയും സമയമില്ല, വായിക്കാം. 5:40 വാക്യം. 5:14. അവർ അവനെ അനുസരിച്ചു, അപ്പോസ്തലന്മാരെ വരുത്തി അടുപ്പിച്ചു. ഇനി യേശുവിന്റെ നാമത്തിൽ സംസാരിക്കരുത് എന്ന് കൽപ്പിച്ച് അവരെ വിട്ടയച്ചു. എല്ലായിടും ഇത് തന്നെ. അടുത്തത് വായിച്ചോ. തിരുനാമത്തിന് വേണ്ടി അപമാനം സഹിപ്പാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ അവർ സന്തോഷിച്ചുകൊണ്ട് ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടു പോയി. അടുത്തത്. പിന്നെ അവർ ദിനം പ്രതി, ആ പദം ശ്രദ്ധിക്കണം, ശാന്തമായി വായിച്ചു സിസ്റ്റർ. പിന്നെ അവർ ദിനം പ്രതി ദേവാലയത്തിലും വീടുതോറും വിടാതെ ഉപദേശിക്കുകയും യേശുവിനെ ക്രിസ്തു എന്ന് സുവിശേഷിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഇവിടെ 2-3 പദം കർത്താവിന് ദാസന്മാർ ചിന്തിക്കണം. വീടുതോറും വിടാതെ ഉപദേശിക്കും. ഞാനിലേക്ക് വരാം. ദിനം പ്രതി ദേവാലയത്തിൽ. ഇത് തന്നെ അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് അപ്പോസ്തല പ്രവൃത്തിയിൽ വേറെടുത്ത് പറയുന്നുണ്ട്. വീടുതോറും 20:20 അപ്പോസ്തല പ്രവൃത്തി 20:20. ഞാൻ പറഞ്ഞ വാക്യങ്ങൾ വേറെ നിങ്ങൾ കുറിച്ച് വേണം. നിങ്ങൾക്ക് ഇതിന് ക്ലാസ് എടുക്കാം നിങ്ങളുടെ സഭയിൽ. 20:20. കർത്താവിനെ സേവിച്ചു വന്നു എന്നും പ്രയോജനമുള്ളതൊന്നും മറച്ചു വെക്കാതെ പരസ്യമായും വീടുതോറും നിങ്ങളോട് അറിയിക്കുകയും ഉപദേശിക്കുകയും. ആരായി പറയുന്നേ? അല്ല, ഇതാര് പറഞ്ഞ കാര്യമാ? ദേവദാസന്മാരെ, പൗലോസ് 10 പോസ്റ്ററിൽ പേര് വന്നാൽ പിന്നെ വീട് വിസിറ്റ് ചെയ്തില്ല. ഇപ്പോഴും വീട് വിസിറ്റിന് തയ്യാറുള്ള ആളാണ് ഞാൻ. പോവാറുമുണ്ട്. പരസ്യോധനം പ്രസംഗിക്കും. ഞാൻ പരസ്യോ പ്രസംഗിക്കാനായി കയറി വന്നവനാ. എനിക്കൊരു വടിയില്ല അല്ലേ? പരസ്യോധനം ഇപ്പോഴും ഞാൻ പ്രസംഗിക്കാം. ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭയ്ക്ക് വേണ്ടി പാസ്റ്റർക്കൊക്കെ അറിയാം, എനിക്ക് സാറിനുമൊക്കെ അറിയാം. 3 ചർച്ചുകൾ ഞാൻ സ്ഥാപിച്ച. ഇത് കല്യാണമെന്നില്ലേ, കെട്ടാണെന്നില്ലേ കല്യാണം കഴിച്ച. 365 ദിവസം ഉണ്ടെങ്കിൽ 265 ദിവസവും ഞാൻ വീടിന് പുറത്തുള്ള ആളാണ്. 3 ചർച്ചുകൾ കൃപയാൽ സ്ഥാപിച്ചു. 85-90% ഞാൻ സ്നാനപ്പെടുത്തിയവരായി 3 ചർച്ചിലും. ഇപ്പോൾ ഇരിക്കുന്ന കാര്യങ്ങളുണ്ടാവണം. ഞാൻ ദൈവദാസന്മാരുടെ എൻ്റെ ലോക്കൽ ഡിസ്ട്രിക്റ്റിലെയും അല്ലാതെയും പാസ്റ്റേഴ്സിന് ഒത്തിരി എപ്പിസിയുടെയൊക്കെ എല്ലാം മിക്കയിടത്തും പാസ്റ്റേഴ്സ് കോൺഫറൻസ് ഞാൻ പ്രസംഗിക്കാറുണ്ട്. ഇതുപോലെ അല്ലല്ലോ നിങ്ങൾക്കറിയാം, 500-1000 പാസ്റ്റേഴ്സിനോട് ഞാൻ പറയും, ദൈവദാസന്മാരെ, നിങ്ങൾ 3 വർഷം ഒരിടത്ത് ഇരുന്നിട്ട് പോകുമ്പോൾ
നിങ്ങളുടെ കാൽപാദം സ്പർശിക്കപ്പെടാത്ത ഒരു കുടുംബം ആ ദേശത്തുണ്ടാകരുത്. ഇന്ന് കൂടുന്ന് ഇറങ്ങുമ്പോൾ ഈ തീരുമാനം എടുത്തുകൊണ്ട് പോകണം. ഒരു തവണയെങ്കിലും നമ്മുടെ കാൽപാദം ആ വീടുകളിൽ സ്പർശിച്ചിരിക്കണം. ഈ പദം ഒന്നുകൂടെ വായിച്ചേ. മുമ്പേ വായിച്ചത് 5:41 പിന്നെ അവർ ദിനം പ്രതി ദേവാലയത്തിലും വീട് തോറും വിടാതെ ഒറ്റ വീടും വിട്ടില്ല. നമുക്ക് തൻ്റെ ഇടം ഉണ്ടോ? താമസിക്കുന്ന സ്ഥലത്ത് എൻ്റെ കാൽപാദം സ്പർശിക്കാത്ത ഒരു വീടിലെന്ന് പറയാൻ? സ്തോത്രം. അവിടെ ഒരു പദമുണ്ട്, ദിനം പ്രതി ദേവാലയത്തിൽ. ദിനം പ്രതി. ഞാൻ ദൈവദാസന്മാരുടെ ഒരു ചോദ്യം ചോദിക്കട്ടെ. നമ്മുടെ സഭാ ഹാളുകൾ ആഴ്ചയിൽ എത്ര വട്ടം തുറക്കും? പറ സാറേ, എളുപ്പമെന്ന് പറ. ആഴ്ച എത്ര വട്ടം തുറക്കുന്നുണ്ട്? ഓരോരുത്തരും പറഞ്ഞോ. 3 മിക്കവാറും തുറക്കുന്നുണ്ടല്ലേ. ആൾമോസ്റ്റ് സഭാ ഹാള് തുറക്കുന്നത് ഞാൻ പറയാം IPC-യിൽ. ഇപ്പം എനിക്ക് ഇവിടുത്തെ എല്ലാം എന്നറിയില്ല. 2 തവണ. ഒന്ന് ഞായറാഴ്ച, വെള്ളിയാഴ്ച സ്പെഷ്യൽ സംവരണമാണ്, സഹോദരിമാർ 10 പേർക്ക് വേണ്ടി. അപ്പോൾ ഞങ്ങളുടെ കാര്യം പറഞ്ഞെങ്കിൽ പ്രശ്നമില്ലല്ലോ. ഏകദേശമൊക്കെ ഇവിടെ അങ്ങനെയൊക്കെ തന്നെ. ആഴ്ച 2 തവണ 3 തവണ. പക്ഷെ ബാർ ഹോട്ടൽ എത്ര തവണ തുറക്കും പറയുന്നേ? നിങ്ങൾ അനങ്ങുന്നില്ലല്ലോ. ലിക്വർ ഷാപ്പോ, സിനിമാശാലയോ ആഴ്ചയിൽ എല്ലാ ദിവസവും തുറക്കും. പെന്തക്കോസുകാൾ 2 ദിവസം തുറക്കും. ഞാൻ ഇച്ചിരി അധികപ്പറ്റായിട്ടൊന്ന് പറയട്ടെ. ഈ 60 ലക്ഷവും 1 കോടിയും 1.5 കോടിയും 50 ലക്ഷമൊക്കെ മുടക്കി ഹോള് പണിത് 2 ദിവസം ആഴ്ച തുറക്കാനാണ്. എന്തിനാ? കുറഞ്ഞ പക്ഷം ഒരു കാര്യം ചെയ്യും, ഇതിൽ നേഴ്സറി സ്കൂളെങ്കിലും രാവിലെ നടത്തട്ടെ. അവിടെ കുഴപ്പമല്ലോ പറ്റൂ. ഇവിടെ ഈ കോടികൾ എന്തിനാ മുടക്കിയേ? അല്ലേ സാർ? ഞാൻ പറഞ്ഞ തെറ്റുണ്ട് സാറ് പറ. 2 വട്ടം തുറക്കാനാണ് എന്തിനായി 1.5 കോടി മുടക്കിയേ? നമ്മൾ ഇവിടെ ഇവിടെ വെച്ചിട്ടുണ്ടോ? നമ്മൾ വരുമ്പം കർത്താവ് ഇവിടെ വരും, നമ്മൾ മുമ്പ് പോവും. ഇത് നമ്മളിവിടെ ഉണ്ടോ സാറേ? ഉണ്ടോ? ഇവിടെ നമ്മൾ കർത്താവിനെ കൊണ്ട് വെച്ചിട്ടൊന്നുമില്ല. 10 പിള്ളേർ വന്ന് പഠിക്കട്ടെന്നേ. ഇന്ന് മുതൽ പഠിപ്പിക്കണം. ഹോൾ യോഗിച്ചൊക്കെ വളർന്ന എന്താ സഭ? ഈ ഹോൾ ഞാൻ തുറന്നിടും. ദാവീദ് പറഞ്ഞ് എന്നും രാവിലെ അവൻ തുറന്നിട്ട് പ്രാർത്ഥിച്ചു കിടക്കണം. 10 പേരെ ഉള്ളതിലും നിങ്ങൾക്കിവിടെ ഒന്ന് പ്രാർത്ഥിക്കാൻ മുട്ടുകുത്തി. നമ്മുടെ അധപ്പതനമൊക്കെ എന്താ കാരണം? സഭയോട് പറയണം, ഇത് ആഴ്ച ഒഴുക്കെ തുറക്കുന്നതല്ല, ആഴ്ച 2 ദിവസം തുറക്കാവുന്നതല്ല. ഇത് തുറന്നിട്ടിരിക്കുക. നിങ്ങൾക്കിവിടെ വന്ന് മുട്ടുകുത്തി സ്തോത്രം ചെയ്യാം, പ്രാർത്ഥിക്കാം. ദൈവം അത്ഭുതങ്ങളെ ചെയ്യും. ശക്തിയോട് ദൈവത്തിന് സ്തോത്രം പറഞ്ഞാണ്. നമുക്ക് സങ്കടകരമായ കാര്യം ഇതൊക്കെ പറയുന്നത്. പക്ഷെ നമുക്കൊരു മാനസാന്തരം വേണം. 1 നൂറ്റാണ്ട് കൊണ്ട് ആധുനിക സഭകൾക്ക് സാധിക്കാത്തത് അപ്പോസ്തലന്മാരെ കൊണ്ട്, വിരലുള്ളവരെ കൊണ്ട് സാധിച്ചു. റോമാലേഖനം 10:17-18 പെട്ടെന്ന് വായിച്ചോ. റോമാലേഖനം 10:17-18. ഇനി ഞാൻ ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ പറഞ്ഞ് നിർത്താം. 10:17-18 റോമർ 10:17-18. എന്നാൽ അവർ കേട്ടില്ലയോ എന്ന് ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. ഇവിടെ കാണുന്നുണ്ട്, ഞാൻ പറഞ്ഞോളാം വരുന്നു. പിന്നെ അവരുടെ നാദം സർവഭൂമിയിലും അവരുടെ വചനം ഭൂതലത്തിനകത്തോളം പരന്നു. അടുത്തതിൽ അവർ കേൾക്കാത്തവനെ എങ്ങനെ വിശ്വസിക്കും? എന്നാൽ അവർ കേട്ടില്ലയോ എന്ന് ഞാൻ ചോദിക്കുന്നു. കേട്ടിരിക്കുന്നു നിശ്ചയം. കേട്ടിരിക്കുന്നു നിശ്ചയം. ഇനി കൊലോസ്യർ 1:6-23. കൊലോസ്യ ലേഖനം 1:6-23 കുറിച്ചിട്ട് കേട്ടുകൊള്ളുക. 1:6 വായിച്ചോ മോനെ. സോറി. സർവഭൂമിയിലും എന്ന പോലെ നിങ്ങളുടെ അടുക്കലും എത്തി. കണ്ടോ? സർവഭൂമിയിലും എത്തി. 23-ാം വാക്യം
1:23 ആരെങ്കിലും വായിച്ചു? ആകാശ- ആകാശത്തിൻ്റെ കീഴെ സകല സൃഷ്ടികളുടെ ഇടയിൽ ഘോഷിച്ചും പൗലോസ് എന്ന ഞാൻ നിങ്ങൾ കേട്ടുമിരിക്കുന്ന സുവിശേഷം. കണ്ടോ കേട്ടില്ലേ എന്ന് ചോദിച്ചാൽ കേട്ടിരുന്ന് ചെയ്യാം. നമ്മുടെ ഏറിയയിൽ ഒരുത്തൻ പോലും ഈ സുവിശേഷം കേട്ടില്ലെന്ന് പറയരുത്. സർവലോകത്തിനും, അവിടുത്തെ 3 പദങ്ങൾ, സർവസൃഷ്ടിക്കും സർവജാതിക്കും സുവിശേഷം നൽകി. ലോകത്തിലെ ഏറ്റവും വലിയ TV നിലയം ക്രിസ്ത്യാനികളുടേതാണ്. ഏറ്റവും വലിയ പ്രിൻറ്റിംഗ് സ്റ്റേഷൻ ക്രിസ്ത്യാനികളുടേതാണ്. 100 കണക്കിന് ബൈബിൾ സെമിനാരികൾ, ആധുനിക മാധ്യമങ്ങളൊക്കെ ഉണ്ടായിട്ടും നമ്മളെ കൊണ്ട് കഴിയാത്തത് ഇതൊന്നുമില്ലാത്ത കാലഘട്ടത്തിൽ അവരെ കൊണ്ട് കഴിഞ്ഞു. നിങ്ങളൊക്കെ വലിയ ദർശനത്തോടെ ഇറങ്ങിയവരാ, വലിയ ആത്മഭാരത്തോടെ ഇറങ്ങിയവരാ. എനിക്കറിയാം, ഭയങ്കരമായ ദൈവിക കോളിംഗ് ലഭിച്ചിറങ്ങിയവരാ. ഏതെങ്കിലും ഒരു ബൈബിൾ സ്കൂളിൽ പഠിക്കുക, 10, 30, 5, 40 വിശ്വാസികളെ കൈ കിട്ടുക, ഇതുകൊണ്ടിരിക്കുക. ഇതിനല്ല ദൈവം നമ്മളെ വിളിച്ചത്. ആത്മാക്കളെ നേടാനാണ്. സ്തോത്രം. എന്തുകൊണ്ട് സുവിശേഷം അറിയിക്കണം? 5 കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ പറഞ്ഞു. 6ാമത്തെ കാര്യം, അത് പ്രധാനപ്പെട്ടതാണ്. ഇത് ദൂതന്മാരെ ഏൽപ്പിച്ചിട്ടില്ല. 1 പത്രോസ് 1:12. 1 പത്രോസ് 1:12. തങ്ങൾ ആ ശുശ്രൂഷ ചെയ്യുന്നുവെന്ന് അവർക്ക് വെളിപ്പെട്ടു. സ്വർഗത്തിൽ നിന്ന് അയച്ച പരിശുദ്ധാത്മാവിനാൽ നിങ്ങളോട് സുവിശേഷം അറിയിച്ചവർ അത് ഇപ്പോൾ നിങ്ങളെ ഗ്രഹിപ്പിച്ചിരിക്കുന്നു. അതിലേക്ക് ദൈവദൂതന്മാരും കുനിഞ്ഞു നോക്കുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ സുവിശേഷം അറിയിക്കുമ്പോൾ ദൈവദൂതന്മാർ കുനിഞ്ഞു നോക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ സന്ദേശം, അതാ മുമ്പേ പറഞ്ഞേ, അറിയിക്കാൻ ഗബ്രിയേലിനെ ഏൽപ്പിച്ചിട്ടില്ല, മിഖായേലിനെ ഏൽപ്പിച്ചിട്ടില്ല. സ്വർഗത്തിലെ അതിശ്രേഷ്ഠ ദൂതന്മാരെ ആരെയും തേജസ്സിൻ്റെ സന്ദേശം അറിയിപ്പാൻ ഏൽപ്പിച്ചിട്ടില്ല. ഈ സന്ദേശം അറിയിക്കാൻ എളിയവരായ നമ്മെ അത്രേ ദൈവം ഏൽപ്പിച്ചത്. ഗബ്രിയേലിനെ ഏൽപ്പിച്ചിരുന്നെങ്കിൽ, മിഖായേലിനെ ഏൽപ്പിച്ചിരുന്നെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് അവർ ലോകം മുഴുവൻ വിളംബരം ചെയ്യുമായിരുന്നു. ഒന്നുകൂടെ പറഞ്ഞാൽ, രക്ഷപ്പെട്ട പാപികൾ നഷ്ടപ്പെട്ട പാപികളെ നേടുക, രക്ഷിക്കപ്പെട്ടവൻ നഷ്ടപ്പെട്ടവനെ നേടുക, വിടുവിക്കപ്പെട്ടവൻ മറ്റുള്ളവനെ അഴിച്ചു കൊണ്ടുവരിക. ഇതാ ദൈവിക പദ്ധതി. പ്രിയപ്പെട്ട കൃതദാസന്മാരെ, നമുക്കറിയാം, ശൗലിനെ സ്നാനപ്പെടുത്താൻ അനന്യാസിനേക്കാൾ വേഗത്തിൽ വേണമെങ്കിൽ ദൈവത്തിൻ്റെ ദൂതനെ അയക്കാമായിരുന്നു. പക്ഷേ അനന്യാസിനെയാണ് അയച്ചത്. കൊർന്നല്യോസിൻ്റെ വീട്ടിലേക്ക് പത്രോസിനെ വിടാൻ ദർശനം കൊടുത്തു, ദൂതനെ വിട്ട്. പക്ഷേ ദൈവം അയച്ചത് പത്രോസിനെ, ആ ദൂതനെ അല്ല. വേണേ വേഗത്തിൽ ദൂതനെ വിടാം. ഷണ്ണൻ്റെ അരികിലേക്ക് പീലിപ്പോസിനേക്കാൾ വേഗത്തിൽ ദൈവത്തിന് വേണമെങ്കിൽ ആരെ അയക്കാം? പക്ഷേ പീലിപ്പോസിനെയാണ് അയച്ചത്. സ്തോത്രം. നമ്മളെയാണ് ദൈവം കണ്ടിരിക്കുന്നത്. നീയും ഞാനുമാണ് കർത്താവിൻ്റെ നാവായിരിക്കാൻ, കർത്താവിൻ്റെ കൈയായിരിക്കാൻ, യേശു കർത്താവിൻ്റെ കാലായിരിക്കാൻ ദൈവം നമ്മെ അത്രയെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ദൂതർക്കും കൂടെ അവകാശം, കയ്യൊന്നടിച്ച് പാടിക്കോ മോനെ, എഴുന്നേറ്റിക്കടാ. ദൂതർക്കും കൂടെ അവകാശം ലഭ്യമാകാതുള്ള, എല്ലാവരും കൈയടിച്ച് പാടിക്കേ. ദൂതർക്കും കൂടെ അവകാശം ഓ ദൂതഗണം നൂതനമാം ദൂതുകളും. എല്ലാവരും ശക്തിയോടെ പാടുകേ. എൻ്റെ പാപമെല്ലാം ഓ ആർക്കുമേവാൻ സാധ്യമല്ല ആത്മശക്തി
സതതത്തിനാവിയാലെ പാടും ഞാൻ പരമേശനു സതതം. എൻ്റെ പാപമെല്ലാം പോക്കിയതാൽ പാടും ഞാൻ. അപ്പം ദൂതന്മാരാഗ്രഹിച്ചിട്ട് ലഭിക്കാത്ത പദവിയാണ് തേജസ്സിൻ്റെ സന്ദേശം അറിയിക്കുക. ഓ, ഇളയവരായി നമ്മെ ദൈവം തിരഞ്ഞെടുത്തു. നമ്മൾ പരാജയപ്പെടാൻ പാടില്ല. 7, എന്തുകൊണ്ട് നമ്മൾ സുവിശേഷം അറിയിക്കണം? നിങ്ങൾ കുറിക്കുന്നുണ്ടല്ലോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. ഏറ്റവും അതിപ്രാധാന്യമായ കാര്യം, രക്ഷയ്ക്ക് മാർഗമില്ല. രക്ഷയ്ക്ക്, മനുഷ്യവർഗത്തിൻ്റെ രക്ഷയ്ക്ക് മറ്റൊരു മാർഗമില്ല. അപ്പോസ്തലപ്രവൃത്തി 4-ാം അധ്യായം 12-ാം വാക്യം. അപ്പോസ്തലപ്രവൃത്തി 4:12 കണ്ടോ? മറ്റൊരുത്തിൽ രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെയിൽ നൽകപ്പെട്ട വേറൊരു നാമമില്ല. യോഹന്നാൻ 10:9, യോഹന്നാന്റെ സുവിശേഷം 10:9, ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. എന്നിലൂടെ കടക്കുന്ന രക്ഷപ്പെടും. അവൻ അകത്തു വരികയും പുറത്തു പോവുകയും മേച്ചിൽ കണ്ടു ചെയ്യും. 1 തീമോഥെയോസ് 1:15 ദൈവം ഒരുവന് ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. യേശു ക്രിസ്തു അല്ലാതെ രക്ഷിതാവില്ല, ഒരു വിമോചകനില്ല, ഒരു മാർഗമില്ല. ഏക വഴി. കൈ ഉയർത്തി പറ, ആരാ? ഒരു ദേശത്ത് പകർച്ചവ്യാധി പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നു. ഒരൊറ്റ മൂലി മരുന്നുണ്ട്, ഒരൊറ്റ തുള്ളി കൊടുത്താൽ രക്ഷപ്പെടും. അത് നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ കൊടുക്കുന്നില്ലെങ്കിൽ നമ്മളെ എന്നാ വിളിക്കണ്ടേ? മനുഷ്യാത്മാക്കളുടെ കുലപാതകന്മാർ. എന്താ നമ്മൾ വായിച്ചത്? ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട. നമ്മളിത് വിശ്വസിക്കുന്നുണ്ടോ? യേശു മാത്രമേ രക്ഷ വഴിയുള്ളെന്ന്, മറ്റൊരു മാർഗമില്ലെന്ന്. ഈ ശ്വാസം പോയിക്കഴിഞ്ഞാൽ മറ്റ് സമുദായക്കാരൊക്കെ അങ്ങനെ പഠിപ്പിക്കുന്നപ്പോൾ നിങ്ങളങ്ങ് പോക്കോ, അവിടെ ഞങ്ങൾ കയറ്റി വിട്ടോളാമെന്ന. പക്ഷെ വേദപുസ്തകപ്രകാരം വിശ്വാസം പോയിക്കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ മനുഷ്യൻ ഭൂമിയിരിക്കുമ്പോൾ. പ്രിയ ദൈവമക്കളെ, നമ്മൾ വിശ്വസിക്കുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം, ഇംഗ്ലണ്ടിൽ ചാപ്ലൈനുകളെ ആക്കിയിട്ടുണ്ട്. ഇപ്പോഴും ഉണ്ട്, അപ്പോഴും ഉണ്ട്. ഈ സന്മാർഗമൊക്കെ ഉപദേശിക്കാൻ, കൊലക്കൊക്കെ കൊണ്ടുവന്നവരെ ആശ്വസിപ്പിക്കാനൊക്കെ. അങ്ങനെ ഇംഗ്ലണ്ടിൽ ഒരുത്തനെ വെടിവെച്ച് കൊല്ലാൻ വിധിയായി. അവനെ കൊല്ലുന്നതിൻ്റെ തലേ രാത്രി ചാപ്ലൈൻ ചെന്നിട്ട് അവനോട് പറയാൻ, എവിടുവോ നരകമുണ്ട്, സ്വർഗമുണ്ട്. ശ്വാസം പോയി കഴിഞ്ഞാൽ പിന്നെ ആർക്കും സഹായിക്കാൻ കഴിയില്ല. യേശു നിന്നെ സ്നേഹിക്കുന്നു, നരകം നിത്യമാണ്. ഇവനിതെല്ലാം കൂടി പറഞ്ഞു കൊണ്ടിരുന്നപ്പോൾ കുറച്ച് കേട്ടിട്ട് അവൻ പറഞ്ഞു, നിർത്തണമെന്ന് പറഞ്ഞു. നീ ഇത് വിശ്വസിക്കുന്നുണ്ടോ? നരകം നിത്യമാണെന്ന്, സ്വർഗം നിത്യമാണെന്ന്. ഏത് നിമിഷവും ജീവൻ പോവും, പോയിക്കഴിഞ്ഞാൽ പിന്നെ രക്ഷയ്ക്ക് മാർഗമില്ല. നീ വിശ്വസിക്കുന്നോ? നീ ഇത് വിശ്വസിക്കുന്നെങ്കിൽ ഇതുപോലല്ല ഇത് പറയേണ്ടത്. അവൻ പറഞ്ഞു, നീ വിശ്വസിക്കുന്നത് ഞാൻ വിശ്വസിച്ചിരുന്നെങ്കിൽ, നിനക്ക് ലഭിച്ച ഈ പുസ്തകം എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ, എൻ്റെ കാൽമുട്ടുകൾ തല്ലി ഓടിച്ചിടുക, ഇംഗ്ലണ്ട് തെരുവീതികൾ മുഴുവൻ കുപ്പിച്ചില്ലുകൾ വാരി വിതറിയിടുക, എൻ്റെ മുട്ട് തല്ലി ഓടിച്ചിട്ടാലും, ഇവിടെ മുഴുവൻ കുപ്പിച്ചില്ല് നിരത്തിയിട്ടാലും, മുട്ടയിൽ ഇഴയേണ്ടി വന്നാലും ഇഴഞ്ഞിഴഞ്ഞിഴഞ്ഞിഴഞ്ഞ് ഓരോ വീടും ചെന്ന് മുട്ടി വിളിച്ച് ഞാൻ പറയും, യേശു നിന്നെ സ്നേഹിക്കുന്നു. ഇപ്പോളാകുന്ന സുപ്രസാദകാലം, ഇപ്പോളാകുന്ന രക്ഷാദിവസം. അവയെ കണ്ടെത്താവുന്ന കാലത്ത് നീ കണ്ടെത്തുക. നമ്മൾ പലതും വിശ്വസിക്കുന്നില്ല. വിശ്വസിക്കുന്നെങ്കിൽ ഇങ്ങനെ ഇരിക്കാൻ നമുക്ക് കഴിയില്ല. ആയിരങ്ങൾ പതിനായിരങ്ങളിതാ പാപത്തിനാഴത്തിൽ വീണു. ആയിരങ്ങൾ
പാപത്തിനാറ്റിൽ വീണു കയറുവാൻ കാണ ഉഴലുന്ന നേരം തേടിടാം സ്നേഹ കയറുവാൻ കര കാണ പോർക്കളത്തിൽ നാം പോർക്കളത്തിൽ നാം പോയിടാം. Yes. പോയിടാം. Yes. റോമാലേഖനം 10:14 അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? എന്നാൽ അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? ആ. അവർ കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗിക്കുന്നവനില്ലാതെ എങ്ങനെ കേൾക്കും? ഒന്നീ പോകുക, അല്ലെങ്കിൽ അയക്കുക. ആരും അയക്കാതെ എങ്ങനെ പോവും? നമ്മുടെ ഓരോ സഭകളിൽ നിന്നും മിഷണറിമാർ പോകണം, സുവിശേഷകർ എഴുന്നേൽക്കണം. ചെറുപ്പക്കാർ സുവിശേഷ വിലയ്ക്ക് ദർശനമുള്ളവരാകണം, അതിനുള്ള സന്ദേശം നൽകണം. കർത്താവ് എനിക്ക് തന്ന വലിയ ദർശനം ലോകം മുഴുവൻ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് കണ്ടു കാണും ഹാർവസ്റ്റ് TV-യിലൂടെ. അനേക ചെറുപ്പക്കാർ സുവിശേഷ വിലയ്ക്ക് സമർപ്പിച്ചു. വലിയൊരു ആത്മവ്യാപാരമുണ്ടായി കുവൈറ്റ് UPF കൺവെൻഷനിൽ. ചെറുപ്പക്കാരായിട്ട് നിൽക്കണം. ഞാൻ കർണാടകയിൽ IPC-യുടെ കർണാടക സ്റ്റേറ്റ് കൺവെൻഷൻ സമയമില്ല. ഞാൻ സാറ്റർഡേ രാത്രിയിലും ഞായറാഴ്ച പകലുമാണ് പ്രസംഗം. അതിന് പിറ്റേ ദിവസം എനിക്ക് ഓസ്ട്രേലിയയിൽ പോകണം. ആ പകൽ ഞാൻ വചനം പ്രസംഗിച്ച് കൃപയാൽ ഇരുന്ന് കഴിഞ്ഞ് നമ്മൾ ആഹ്വാനമൊന്നും ചെയ്യുന്നില്ല. അപ്പനും അമ്മയും പിള്ളേരെയും പിടിച്ചുകൊണ്ട് ഓടുക മുമ്പിലോട്ട്. പ്രാർത്ഥിച്ചോ, വലിയ ദൈവപ്രവൃത്തി നിന്നിലൂടെ വെളിപ്പെടും. സഹോദരം, വലിയ സുവിശേഷകന്മാർ, ദർശനമുള്ളവർ എഴുന്നേൽക്കണം. കേരളത്തെ കുലുക്കുന്നവർ എഴുന്നേൽക്കണം. ഇന്ത്യയെ ചലിപ്പിക്കുന്നവൻ എഴുന്നേൽക്കണം. എന്നൊരു സഭയിൽ നിന്ന് ശക്തിയോടെ കൈയടിച്ച യേശുവിൻ്റെ നാമത്തിൽ പറ. കൈകളെന്ന് അടിച്ച് വാ തുറന്ന് ആരാധിച്ചുകൊണ്ട് പറ. ഹുഡമ റഖുനി ഹംപു റൂബ ശകുനിയ. ഇന്ത്യ അറിയുന്ന, ലോകമറിയുന്ന, കേരളത്തെ കുലുക്കുന്ന, ഇന്ത്യയെ ചലിപ്പിക്കുന്ന അനുഗ്രഹീത അഭിഷക്തന്മാർ, സുവിശേഷ പ്രാസംഗികർ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് വരട്ടെ. ദർശനമുള്ളവൻ എഴുന്നേൽക്കട്ടെ. സ്തോത്രം. ആത്മഭാരമുള്ളവൻ എഴുന്നേൽക്കണം. എങ്കിലേ നമുക്ക് ഇന്ത്യയെ, കേരളത്തെ നേടാൻ കഴിയൂ. 10:1 റോമാലേഖനം 10:1 സഹോദരന്മാരെ, അവർ രക്ഷിക്കപ്പെടണമെന്നത് എന്റെ ഹൃദയവാഞ്ചയും അവർക്ക് വേണ്ടിയുള്ള കരച്ചിലുണ്ടോ? ഈ കൃപ വരാത്ത നിന്റെ ബന്ധുക്കളെ കുറിച്ച്, നിന്റെ സ്നേഹിതരെ കുറിച്ച്, നിന്റെ അയൽക്കാരെ കുറിച്ച് ഈ കരച്ചിലുണ്ടോ? വേറെടുത്ത് പൗലോസ് പറഞ്ഞ്, ക്രിസ്തു നിങ്ങൾ ഉരുവാകുവോളം പ്രസവേദനപ്പെടുന്നു. ജോൺ നോക്സ് അല്ലേ പറഞ്ഞു, ഇംഗ്ലണ്ടിനെ എനിക്ക് തരിക, അല്ല ഞാൻ മരിച്ചു പോകും. ആത്മഭാരമുണ്ടോ? സഭാഹോളിൽ ചെല്ലുമ്പോൾ ഈ ശൂന്യമായ കസേര കാണുമ്പോൾ നിൻ്റെ ഉള്ളം നീറുന്നുണ്ടോ, വിങ്ങുന്നുണ്ടോ? അല്ലെ നീ ഒരു സുവിശേഷകൻ്റെ ദർശനം നഷ്ടപ്പെട്ടു പോയി. കൈയടിക്കാൻ 10 പേരുണ്ട്, നീ തൃപ്തനാണെങ്കിൽ അതിൻ്റെ അർത്ഥം നിൻ്റെ ദർശനം പോയി. അവർ രക്ഷിക്കപ്പെടുന്ന ഹൃദയവാഞ്ച. DL മൂഡി പേഴ്സണലി വാഞ്ചന. ഇതിൻ്റെ മെത്തേഡ്സുകൾ പറയാനില്ല, നിങ്ങൾക്കറിയാം. DL മൂഡി അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ 10 കോടിയിൽ പരം ആളുകളെ നരകത്തിൽ നിന്ന് വലിച്ചെടുത്തെന്നാണ് DL മൂഡിയെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. എത്ര കോടിയാ? 10 കോടി. നമ്മൾ എത്ര പേരെ വലിച്ചെടുത്തു? ഈ അടുത്ത കാലത്ത് നിത്യതയിൽ ചേർക്കപ്പെട്ട ബില്ലി ഗ്രഹാം ഏറ്റവും നമ്മുടെ കാലഘട്ടത്തിൽ ഏറ്റവും അധികം ആളുകളോട് സുവിശേഷം പ്രസംഗിച്ച ആരാച്ചാ? ബില്ലി ഗ്രഹാം.
ആ മനുഷ്യൻ എഴുതിയിരിക്കുന്നതാണ് ഞാൻ ഭയപ്പെടുന്നു. ഞാൻ മറ്റ് പാസ്റ്റേഴ്സ് കോൺഫറൻസ് ഞാൻ ഭയപ്പെടുന്നു പറഞ്ഞ് 10 കാര്യം എഴുതിയിട്ട് അതിൽ എഴുതിയേക്കുക, ഇതിനേക്കാൾ വലിയൊരളവിൽ ദൈവത്തിന് എന്നെ ഉപയോഗിക്കാമായിരുന്നിട്ടും എൻ്റെ നിഗളം നിമിത്തം ദൈവം എന്നെ അങ്ങനെ ഉപയോഗിക്കാതിരുന്നു എന്ന് ഞാൻ ഭയപ്പെടുമോ? ഞാൻ ഭയപ്പെടുന്നെന്ന്. ഇതിനേക്കാൾ വലിയൊരളവിൽ ദൈവത്തിന് എന്നെ ഉപയോഗിക്കാമായിരുന്നിട്ടും എൻ്റെ ഉന്നതഭാവമോ നിങ്ങളോ നിമിത്തവും ദൈവം എന്നെ ഉപയോഗിക്കാതിരുന്നു എന്ന് വരുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഒത്തിരി കാര്യം പറയുന്നുണ്ട്. പിന്നെ എനിക്ക് പറയാം ബാക്കി. കണ്ടോ, ചിന്ത കണ്ടോ? നമ്മൾ തമ്മിൽ കണ്ട നാൾ മുതൽ ഇങ്ങനെ നിൽക്കുകയല്ലേ ഭീമാച്ച അല്ലേ? കരഞ്ഞോണം, നെടുമ്പാട് വീണോണം. ദി ബെസ്റ്റ് ഈസ് എറ്റ് നോട്ട് ടു കം. ദി ബെസ്റ്റ് ഈസ് എറ്റ് നോട്ട് ടു കം. യുവർ പ്രസൻറ്റ് സിറ്റുവേഷൻ ഈസ് നോട്ട് യുവർ ഫൈനൽ ഡെസ്റ്റിനേഷൻ. നിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ നിൻ്റെ ആത്യന്തിക ലക്ഷ്യസ്ഥാനമല്ല. ദി ബെസ്റ്റ് ഈസ് എറ്റ് നോട്ട് ടു കം. പാസ്റ്റേഴ്സ്, നിങ്ങളുടെ ശുശ്രൂഷയിൽ ശ്രേഷ്ഠമായത് ഇതുവരെ വെളിപ്പെട്ടിട്ടില്ല. അത് വെളിപ്പെടാൻ പോകുന്നതേ ഉള്ളൂ. വാ തുറന്ന് കൈ ഉയർത്തി ഓഷമ റക്കിനി അന്യഭാഷ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറ. കരങ്ങൾ അടിച്ച് വാ തുറന്ന് ആത്മനിറവിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്ന പറ. എൻ്റെ ശുശ്രൂഷയിൽ ശ്രേഷ്ഠമേറിയത്, എൻ്റെ പ്രസംഗത്തിൽ ശ്രേഷ്ഠമേറിയത് ഇതുവരെ വെളിപ്പെട്ടിട്ടില്ല, ഇനി വെളിപ്പെടാൻ പോകുന്നതേ ഉള്ളൂ. ശക്തിയോടെ കൈകൾ അടിച്ച് അന്യഭാഷ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറ. ഇതുവരെ വെളിപ്പെട്ടിട്ടില്ലെന്ന് പറ, ഇതുവരെ വെളിപ്പെട്ടില്ലെന്ന് പറ, ഇനിയും വെളിപ്പെടാൻ പോകുന്നവളെന്ന് പറ. വിശ്വാസത്തോട് പറ. നേടിയതിൽ തൃപ്തനല്ലെന്ന് പറ. ഞാൻ സംതൃപ്തനല്ലെന്ന് പറ. എനിക്ക് സംതൃപ്തി ഇല്ലെന്ന് പറ. ഞാനെന്നും നേടിയിട്ടില്ലെന്ന് പറ. ഞാൻ ആകേണ്ടതോനായിട്ടില്ലെന്ന് പറ. അപ്രയോജന പൃഥ്വിനാന്ന് പറ. നമ്മളൊന്നും നേടുന്നില്ല ദൈവദാസന്മാരെ. സ്തോത്രം. അടിയൽ മുടിയുടെ കാര്യം ഞാൻ പറഞ്ഞില്ല. അദ്ദേഹം ജനകോടികളോട് സുവിശേഷം പ്രസംഗിക്കുന്നത് അദ്ദേഹം പേഴ്സണൽ ഇവാഞ്ചലിസം നടത്തുമായിരുന്നു. ഒരു രാത്രിയിൽ വലിയൊരു യോഗത്തിന് പ്രസംഗിച്ചിട്ട് അദ്ദേഹം ഒരു ഹോട്ടൽ മുറിയിൽ വന്ന് കിടക്കുമ്പോൾ 2 സംഭവമുണ്ട് അദ്ദേഹത്തെക്കുറിച്ച്, 2 പറയാം. അദ്ദേഹത്തോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു, നീ പുറത്തോട്ടിറങ്ങാൻ പറഞ്ഞു, കുടയെടുത്തോണ്ട്. പെരുമഴ പെയ്യുക. പരിശുദ്ധാത്മാവിൻ്റെ വാക്ക് അദ്ദേഹത്തിന് തോന്നി. ഒരാളോട് ജനക്കൂട്ടത്തിൽ പറഞ്ഞാൽ ഒരാളോട് പേഴ്സണലായി എന്ന് പ്രാർത്ഥിക്കുകയും സുവിശേഷം പറഞ്ഞതിൻ്റെ ജീവിതചര്യയായിരുന്നു. കുടയെടുത്തുകൊണ്ട് ഇറങ്ങാൻ പറഞ്ഞു. പെരുമഴ പെയ്യുന്ന രാത്രിയിൽ അദ്ദേഹത്തിൻ്റെ ആത്മകഥയിലുള്ളതാണ്, നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കും. അത് ഈ കോലം കുട എടുത്തുകൊണ്ട് അതേ ഇറങ്ങി നടന്നു. പെരുമഴയത്ത് ഇടിയും മിന്നലുമുള്ള രാത്രിയിൽ അതിങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു മധ്യവയസ്കൻ മദ്യപിച്ച് വഴി ആടി ആടി പെരുമഴ നനഞ്ഞ് നടന്നു വരികയാണ്. പാതിരാത്രിയിൽ ഏൽമൂടി അവനെ കൊടക്കീഴിൽ നിർത്തി, ചേർത്ത് നിർത്തിയിട്ട് പറഞ്ഞു, യേശു നിന്നെ സ്നേഹിക്കുന്നു. അവൻ പറഞ്ഞു, പോയി പണി നോക്കടോ എന്ന്. പോയി പണി നോക്കടോ. ഡിയൽമൂടി പറഞ്ഞു, സ്നേഹിത, ഇതാണെൻ്റെ പണി, ഇതാണെൻ്റെ പണി. ഉടനെ അവൻ പറയുക, അതിന് ഇയാൾ വല്ല ഡിയൽമൂടിയാണോടൂ? അവൻ ഡിയൽമൂടിയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. അതിന് ഇയാൾ ഡിയൽമൂടിയാണോടോ സുവിശേഷം പറയാൻ? ഡിയൽമൂടി പറഞ്ഞു, അതെ, ഞാൻ ഡിയൽമൂടിയാണ്, ഡിയൽമൂടി. അവൻ കരഞ്ഞു, എന്നെ ആർക്കും വേണ്ട, ആർക്കും വേണ്ടാത്ത എന്നെ തേടി ഈ നടുപ്പാതിരായിക്ക് ഇടിവെട്ടുന്ന പെയ്യുന്ന മഴയിൽ ഡിയൽമൂടി എന്ന ലോക പ്രശസ്തനെ ദൈവം എൻ്റെ അരികിലേക്ക് അയച്ചു. ഈ ദൈവം എത്ര സ്നേഹവാനാണ്. അവൻ മാനസാന്തരപ്പെട്ടു. ദൈവദാസന്മാരെ, നമ്മുടെ ഒരു വാക്ക്, നമ്മുടെ ഒരു സാന്നിധ്യം, മരണ വീട്ടിലെ നിൻ്റെ ഒരു സാന്നിധ്യം, വിവാഹത്തിന് ഇറങ്ങാൻ പോകുന്ന കുഞ്ഞിന് വേണ്ടി നിൻ്റെ ഒരു പ്രാർത്ഥന,
അവരെ കൃപയിൽ കൊണ്ടുവരും. നമ്മുടെ ദുരഭിമാന നിമിത്തം എത്ര തവണ നമ്മൾ നിശബ്ദരായി. നമ്മൾ പറയും കർത്താവിന് വേണ്ടി നമ്മൾ മോശന്മാരാകാൻ തയ്യാറാണ്, അങ്ങനെ ഇറങ്ങിയവരാ. പക്ഷെ എവിടെല്ലാം നമ്മൾ നിശബ്ദരാണ്. നമ്മുടെ പിതാക്കന്മാർ ഈ പുസ്തകവുമായി ഇറങ്ങി അവർ ഭോഷന്മാരായി മാറി. അവരെ ആക്ഷേപിച്ചു, അപമാനിച്ചു. വിദ്യാഭ്യാസമുള്ള അവർ പരസ്യതലത്തിൽ നിന്ന് യേശുവിനെ പ്രസംഗിച്ചപ്പോൾ യേശുവിന് വേണ്ടി ഭോഷനാകാൻ അവർക്ക് മനസ്സായി. സമയം പോകുന്നു, രക്ഷയ്ക്ക് മറ്റു മാർഗമില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറഞ്ഞു നിർത്താം. കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാരോ. മത്തായി 9:34, 36, 37 കർത്താവ് പറഞ്ഞു, കൊയ്ത്തിൻ്റെ യജമാനോട് വേലക്കാരെ അയക്കാൻ അപേക്ഷിപ്പീൻ. കൊയ്ത്ത് വളരെയുണ്ട്. അതായത് 95% സുവിശേഷകരും രക്ഷിക്കപ്പെട്ട ആളുകളുടെ, സ്നാനപ്പെട്ട ആളുകളുടെ, യേശുവിനെ അറിയുന്ന ആളുകളുടെ ഇടയിൽ പ്രവർത്തിക്കുമ്പോൾ 5% ആളുകളാണ് നഷ്ടപ്പെട്ടവരുടെ ഇടയിൽ പ്രവർത്തിക്കുന്നത്. ഞാൻ കുറച്ചുകൂടെ കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ മുമ്പേ പറഞ്ഞ ഡി.എൽ. മൂഡിയുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു മനുഷ്യനായിരുന്നു സാങ്കി. കേട്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ. ഡി.എൽ. മൂഡി പ്രസംഗിക്കും, സാങ്കി പാടും. പക്ഷേ ഈ സാങ്കി ഒരു ചെറിയ ജോലിയും കൊണ്ടൊക്കെ പോയ ആളാണ്. അദ്ദേഹത്തിൻ്റെ ദശാംശം എടുത്തൊക്കെ കൊടുക്കുമായിരുന്നു ഡി.എൽ. മൂഡി ആരംഭകാലത്ത്. സാങ്കിയെ ദൈവകൃപയിലേക്ക് കർത്താവ് നടത്തിയ ഒരു ദർശനത്തിലൂടെയാണ്. ആ ദർശനം വലിയൊരു വയൽ വളഞ്ഞു നിൽക്കുന്നു. കൊയ്യാറായ വലിയൊരു വയൽ. അതിൻ്റെ മൂലയ്ക്ക് ഒരു മനുഷ്യൻ കൊയ്യുന്നു. ദൈവം തമ്പുരാൻ ഈ സ്വപ്നം കാണിച്ചിട്ട്, ദർശനം കാണിച്ചിട്ട് സാങ്കിയോട് ചുടുക, ഈ ഒരു മനുഷ്യൻ മാത്രം കൊയ്താൽ ഇതെപ്പം കൊയ്ത് തീരും? കാറ്റടിച്ചത് പോകില്ലേ? വലിയൊരാട്ടിൻ പറ്റത്തെ കാണിച്ചു. ഒരു മനുഷ്യൻ അടിക്കുന്നു, ഇവിടുന്ന് അടിക്കുമ്പോൾ അങ്ങോട്ട് പോകും, അവിടെ നിന്ന് അടിക്കുമ്പോൾ ഇങ്ങോട്ട് പോകും. ഒരു മനുഷ്യൻ മാത്രം ഇതിനെ അടിച്ചു കൊണ്ടുപോകാൻ ഒക്കുമോ? ആ രാത്രിയിൽ സാങ്കി സമർപ്പിച്ചു, ഞാനും സമർപ്പിക്കുന്നു സുവിശേഷ വേലയ്ക്കായി. ഈ ദർശനമൊക്കെ സഭയ്ക്ക് നൽകണം. സുവിശേഷ വേല പാസ്റ്റർ മാത്രം പണിയല്ലെന്ന് സഭയെ പഠിപ്പിക്കണം. രക്ഷിക്കപ്പെട്ട സകലരും മിഷണറിമാരാണ്. രക്ഷിക്കപ്പെടാത്ത സകലരും മിഷൻ ഫീൽഡാണ്. ഇതൊക്കെ ഇതുപോലെ എഴുതിയെടുത്ത് പറയണം. നമ്മുടെ ദൗത്യമാണ് ആത്മാക്കളെ നേടുക. കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാർ ചുമക്കും. എഫേസ്യ ലേഖനം പ്രോവർബ്സ് സദൃശവാക്യം 10:5 കൊയ്ത്തുകാലത്ത് ഉറങ്ങുന്നവൻ നാണം കെട്ടവൻ. അയച്ചോ സിസ്റ്ററെ? വേനൽക്കാലത്ത് ശേഖരിച്ചു വെക്കുന്നവൻ ബുദ്ധിമാൻ, കൊയ്ത്തുകാലത്ത് ഉറങ്ങുന്നവനോ നാണം കെട്ടവൻ. നീ കൂടുതൽ എന്നാ പറയാനാ? ഇംഗ്ലീഷിൽ ഇറ്റ് ഈസ് എ സിൻ. പാവവാ, കൊയ്ത്തുകാലവാ. എഫേസ്യ ലേഖനം 5:14 ഉറങ്ങുന്നവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേക്കാം. എന്നാ ക്രിസ്തുവിന് സഭ ലോകം ഒരു സെമിത്തേരിയായി മാറിക്കൊണ്ടിരിക്കുന്നു. മരിച്ച് വീഴുക. സഭ എന്നാ ചെയ്തേക്കുന്നേ? പറയുന്നേ അതിനിടെ കിടന്ന് ഉറങ്ങുക. സെമിത്തേരിക്ക് ഇടയിൽ കിടന്ന് ഉറങ്ങുക. ബോധമുള്ളവൻ ഉറങ്ങാൻ കഴിയുമോ? ശവങ്ങളുടെ നടുവിൽ കിടന്ന് ഉറങ്ങാൻ? ഇത് സെയിം. ഉറങ്ങേണ്ട വേളയല്ലിത്. കൊയ്ത്തുകാലത്ത് ഉറങ്ങരുത്. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, നാം കടക്കാരാണ്, നാം കാവൽക്കാരാണ്. റോമർ 15:21 അവിടെ പല കാര്യമുണ്ട്. അവനെക്കുറിച്ച് അറിവ് കിട്ടിയിട്ടില്ലാത്തവർ കാണും, കേട്ടിട്ടില്ലാത്തവർ ഗ്രഹിക്കും എന്ന് എഴുതിയിരിക്കുന്നത് പോലെ അത്രേ സുവിശേഷം അറിയിപ്പാൻ അഭിമാനിക്കുന്നു. ഞാൻ അഭിമാനിക്കുന്നു. അപ്പം അതൊക്കെ ജസ്റ്റ് ഒന്ന് കുറിച്ചോ, എല്ലാം പറയാൻ നേരല്ലേ, ബാക്കി പിന്നെ നമുക്ക് കൺക്ലൂഡ് ആകേണ്ട സമയമായി. ഞാൻ കടക്കാരൻ, റോമർ 1:14-15. അതുകൊണ്ട് യഹൂദന്മാർക്കും ബർബരന്മാർക്കും യവനന്മാർക്കും ബർബരന്മാർക്കും ജ്ഞാനികൾക്കും ബുദ്ധിഹീനർക്കും ഞാൻ കടക്കാരൻ. കണ്ടോ,
ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. ഗലാത്യർ 4:19. ഗലാത്യർ 4:19. ഗലാത്യ ലേഖനം 4:19. ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം പറഞ്ഞേ, ഞാൻ പ്രസവവേദനപ്പെടുന്നു. ഞാൻ പിന്നെയും കണ്ടോ, പ്രസവ- ഞാൻ കടക്കാരൻ, ഞാൻ ഒരുങ്ങിയിരിക്കുന്നു, ഞാൻ ലജ്ജിക്കുന്നില്ല. റോമർ 1:14 മുതൽ ഉള്ള വാക്യങ്ങളാണ്. ഞാൻ അഭിമാനിക്കുന്നു. സ്തോത്രം. 2 തിമോത്തിയോസ് 1:8. ദുഷ്പ്രവർത്തിക്കാരെന്ന പോലെ കഷ്ടം സഹിക്കുന്നു സുവിശേഷം അറിയിക്കുന്നതിൽ. കർത്താവിന്റെ കടക്കാരൻ, ഒരുങ്ങിയിരിക്കുന്നു, ലജ്ജിക്കുന്നില്ല, അഭിമാനിക്കുന്നു, കഷ്ടം അനുഭവിക്കുന്നു സുവിശേഷത്തിന് വേണ്ടി. ഇതൊക്കെ ഉണ്ടോ നമുക്ക്? കടക്കാരെന്ന് പറഞ്ഞാൽ കൊടുത്തു വീട്ടാൻ ചിലതുണ്ട്. അഭിമാനമുള്ള ഒരാൾക്ക് കടം വീട്ടും വരെ സ്വസ്ഥതയില്ല. അല്ലാത്ത ആൾ കടം വാങ്ങിച്ചിട്ട് മറ്റവനെ കാണുമ്പം ഒഴിഞ്ഞു മാറിപ്പോവും. ഡി.എൽ. മൂഡിയുടെ തന്നെ ഒരു അനുഭവം പറയാം. അദ്ദേഹം ഒരിക്കൽ സുവിശേഷം പ്രസംഗിച്ചിട്ട് ഒരു ഹോട്ടൽ ലോബിയിൽ അദ്ദേഹത്തിന് ഭക്ഷണമൊക്കെ വിളമ്പിക്കൊടുത്ത് അദ്ദേഹം ഹോട്ടൽ മുറിയിൽ കിടക്കുമ്പോൾ രാത്രി ദൈവാത്മാവ് ഇടപെട്ടു, നിനക്ക് ഇന്ന് ഭക്ഷണം വിളമ്പി തന്നവൻ താഴെയുണ്ട്, പോയി സുവിശേഷം പറയണം. വളരെ ക്ഷീണിതനായിരുന്നു. അദ്ദേഹം പറഞ്ഞു, കർത്താവേ നാളെയാട്ട് രാവിലെ ഞാൻ കാണാം. വീണ്ടും ശബ്ദം ഉണ്ടായി, ദൈവശബ്ദം, ഇന്ന് പോകണം. ഏതാണ്ട് 1:30 മണിയായി, അദ്ദേഹം എഴുന്നേക്കാൻ വയ്യ. അദ്ദേഹം പറഞ്ഞു, നാളെ രാവിലെ കാണാം. അദ്ദേഹം കിടന്നുറങ്ങി. രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഹോട്ടൽ ലോബിയിൽ വലിയൊരു ആൾക്കൂട്ടം. അദ്ദേഹം ചെന്ന് നോക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ ഡെഡ് ബോഡി പോലീസ് വന്ന് മഹസർ എഴുതി കൊണ്ടുപോകാൻ പോവുകയാണ്. അദ്ദേഹം ഓടിച്ചെന്നു. എന്താ സംഭവിച്ചത്? കഴിഞ്ഞ രാത്രിയിൽ ഈ ചെറുപ്പക്കാരൻ ഡ്യൂട്ടി കഴിഞ്ഞ് റൂമിൽ പോയി സൂയിസൈഡ് ചെയ്തു. എപ്പോഴാണെന്ന് ചോദിച്ചു. 1:30 മണി കഴിഞ്ഞ്. പെട്ടെന്ന് ഡി.എൽ. മൂടി നോക്കിയപ്പോൾ കഴിഞ്ഞ രാത്രിയിൽ അവന് ഭക്ഷണം വിളമ്പിക്കൊടുത്ത ചെറുപ്പക്കാരനാണ്. ഡി.എൽ. മൂടി അവൻ്റെ കാലിൽ വീണിട്ട് നിലവിളിച്ചല്ലയോ ചെറുപ്പക്കാരാ, നിന്നെ കൊന്നത് ഞാനാണ്, നിന്നെ കൊന്നത് ഞാനാണ്. ഇന്നലെ രാത്രി 3 തവണ ദൈവശബ്ദം ഉണ്ടായി നിന്നോട് സുവിശേഷം പറയാൻ. ഞാൻ നിൻ്റെ അരികിൽ വന്നിരുന്നെങ്കിൽ നീ നരകത്തിൽ പോകില്ല. പ്രിയ ദൈവമക്കളെ, കർത്തൃദാസന്മാരെ, സുവിശേഷം അറിയിക്കാൻ നമ്മൾ താമസിക്കുന്ന ഓരോ മിനിറ്റും ഓരോ സെക്കൻഡിലും ജനകോടികൾ നിത്യ നരകത്തിലേക്ക് പായുകയാണ്. യൂദായുടെ ലേഖനം 23-ാം വാക്യം. യൂദയുടെ ലേഖനം 23-ാം വാക്യം. യൂദയുടെ ലേഖനം 23-ാം വാക്യം. ജഡത്താലുള്ള ചിലരോട് കരുണ ചെയ്യുവീൻ, ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിപ്പീൻ. ജഡത്താൽ കറ പിടിച്ച അങ്കി പോലും പകച്ചുകൊണ്ട് ചിലർക്ക് ഭയത്തോടെ കരുണ കാണിപ്പീൻ. ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിപ്പീൻ. അതാ സുവിശേഷ വേല എന്ന് പറഞ്ഞാൽ തീയിൽ നിന്ന് വലിച്ചെടുക്കുന്ന പരിപാടിയാണ്. ചില തീയിൽ നിന്ന്, ചിലരെ അറിഞ്ഞാട്ടെ, ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുക്കുക. അതാണ് സുവിശേഷ വേല. ഇത് തീയിൽ നിന്ന് വലിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ, നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് ഓഫീസിൽ പോകാൻ പോകുന്നു, അല്ലെങ്കിൽ മറ്റൊരിടത്തേക്ക് ഇറങ്ങി നിങ്ങളുടെ തൊട്ടടുത്ത വീടിന് തീ പിടിക്കുന്നു. നിങ്ങൾ പറയുമോ ഓഫീസിൽ പോയിട്ട് വന്നിട്ട് സാവകാശം വൈകുന്നേരത്ത് അറിയിക്കാവുന്ന തീ എടുത്താവുന്ന പറയുമോ? നിങ്ങൾ തിരിച്ചു വരുമ്പോഴത്തേനും ഒരു പിടി ചാരമേ കാണൂ. അതിൻ്റെ അർത്ഥം ഇത് അടിയന്തരമായി ചെയ്യേണ്ടതാണ്. സമയമുള്ളപ്പം സമയം കിട്ടിയിട്ട് നിൻ്റെ സമയം നോക്കി ചെയ്യേണ്ടതല്ല, അടിയന്തരമായി ചെയ്യണം. സ്തോത്രം. നമ്മുടെ സമയം തീർന്നുകൊണ്ട് ഞാൻ നിർത്തുക. അടുത്ത നമ്മുടെ ഉണ്ടല്ലോ സെഷൻ അല്ലേ, അടൂരം കണ്ടില്ലേ, പക്ഷേ ഇവിടുത്തുകാർ വരില്ല. 66 യെശയ്യാപ്പവനം നമുക്ക് കൺക്ലൂഡ് ചെയ്യണം. യെശയ്യാപ്പവനം 66-ാം അധ്യായം 22-ാം വാക്യം. അതായത് സുവിശേഷം 24:14 രാജ്യത്തിൻ്റെ സുവിശേഷം സകലത്തും പ്രശംസിക്കപ്പെടും, അപ്പോൾ അവസാനം വരും. കർത്താവിൻ്റെ മടങ്ങി വരവ് ഇതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അതൊന്ന് നോട്ട് ചെയ്തോ നിങ്ങൾ, ഇതിനെയാണ് ആശ്രയിക്കുന്നത്. 2 റെവലേഷൻ 7:9 സകല ജാതിയിൽ നിന്നും വീണ്ടെടുക്കപ്പെട്ടവർ വരണം. സകല ജാതിയിൽ നിന്നും. അപ്പം അങ്ങനെ സകല ജാതിയോട് സുവിശേഷം അറിയിക്കണം. അതിൻ്റെ ശേഷം സകല ജാതികളും ഗോത്രങ്ങളും വംശങ്ങളും വലിയ പുരുഷാരം വന്നു സിംഹാസനം. 1 പത്രോസ് 3:9 അവനെല്ലാവരും മാനസാന്തരപ്പെടുവാൻ ഇച്ഛിച്ച് കരുണ കാണിക്കുന്നു. എല്ലാവരും മാനസാന്തരപ്പെടണം. അങ്ങനെയാണ് സുവിശേഷം എല്ലാവരുടെ ഏരിയയിൽ എത്തണം. ഞാനത് കട്ട് ഷോട്ട് ചെയ്തെന്ന് പറയാം, ഇരിക്കാൻ നേരമില്ല.
യശയ്യാപ്രവചനം 62:22 വായിച്ചേ. 22. ഞാൻ ഉണ്ടാക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും എന്റെ മുമ്പാകെ നിലനിൽക്കുന്നത് പോലെ നിങ്ങളുടെ സന്തതിയും നിങ്ങളുടെ പേരും നിലനിൽക്കും എന്ന യഹോവയുടെ അരുളപ്പാട്. അപ്പം ആത്മാക്കളെ നേടുന്നവനെ കുറിച്ചാണ് പറഞ്ഞേക്കുന്നത് അവിടെ. അതിന് മുകളെ കുറച്ച് പറയാൻ സമയം വേണം. ദാനിയേൽ പ്രവചനം 12:3 വായിച്ചേ. എന്നാൽ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലേ, എന്നാൽ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിലെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെയും എന്നും ശോഭിക്കും. ഒന്നുകൂടെ കൈ ഉയർത്തി ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം പറയാം. ആത്മാക്കളെ നേടുന്നവൻ ബുദ്ധിമാനാണ്. അവൻ നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കും. ഞാൻ ഉണ്ടാക്കാനുള്ള പുതിയ ആകാശത്തിൽ അവിടെ പേര് നിലനിൽക്കും. Only one life, it will soon be fast. Only what's been done for Christ till last. ഒരേ ഒരു ജീവിതം വേഗം തീരും. കർത്താവിന് വേണ്ടി നേടുന്നത് മാത്രം നിലനിൽക്കും. ശക്തിയോടെ ഒന്നുകൂടെ ദൈവത്തിന് സ്തോത്രം പറഞ്ഞേ. അമേരിക്കയിൽ ഒരു തിയോളജി ക്ലാസ്സിൽ, സമയം പോകേണ്ടി ഞാൻ നിർത്തുക, അധ്യാപകൻ വിദ്യാർത്ഥികളോട് ചോദിച്ച പല ചോദ്യങ്ങളൊന്ന്, സ്വർഗത്തിൽ ചെന്നാൽ നിങ്ങൾ ആദ്യം കാണാൻ ഇഷ്ടപ്പെടുന്നത് ആരെയാണ്? നിങ്ങളോട് ഞാൻ ചോദിക്കുക, സ്വർഗത്തിൽ ചെന്നാൽ ആരെയാണ് കാണാൻ ഇഷ്ടപ്പെടുന്നത്? ഉറക്കം പറയുമോ? യേശുവിനെ. ശരി, സ്വർഗത്തിൽ ചെന്നാൽ രണ്ടാമത് കാണാൻ ഇഷ്ടപ്പെടുന്ന ആരെയാ? പൗലോസിനെ. പിന്നെ വേറെ ആരെയും കാണണ്ടായോ? നമ്മുടെ ഇരിപ്പ് കണ്ടിട്ട് നമുക്ക് ആരെയും കാണണ്ട. എന്തേലും ഒന്ന് പറയുന്നേ, ആരെയും കാണണ്ടായോ? അപ്പച്ചനെ അമ്മച്ചിയൊക്കെ കാണണ്ടേ? അബ്രഹാമിനെ. സ്വർഗത്തിൽ 3 അത്ഭുതങ്ങൾ നടക്കും. നമ്മൾ കാണുമെന്ന് പ്രതീക്ഷിച്ച പലരും അവിടെ കാണില്ല. നമ്മൾ കാണില്ലെന്ന് പ്രതീക്ഷിച്ച പലരും അവിടെ കാണും. നമ്മളവിടെ ചെന്ന് പറ്റിയാൽ ദൈവം തമ്പുരാനെ ഞാനെങ്ങനെ ഇവിടെ വന്നെന്നായിരിക്കും. നമ്മളെക്കാൾ ഉന്നതന്മാരും ശ്രേഷ്ഠന്മാരും സ്റ്റേജ് പ്രസംഗികരും TV നിറഞ്ഞു നിൽക്കുന്നവരും അടിച്ച് കലക്കിയവരെ പലരെ അവിടെ കാണാതിരിക്കുകയും പാവപ്പെട്ട നമ്മളെ അവിടെ കാണുകയും ചെയ്താൽ ദൈവമേ ഞാനെങ്ങനെ ഇവിടെ എത്തി. കൃപയാ. ഇനി എന്നെ നോക്കൂ. ഇംഗ്ലണ്ടിലെ തിയോളജി ക്ലാസ്സിൽ ഈ അധ്യാപകൻ ചോദിച്ചപ്പോൾ ഒട്ടുമിക്ക വിദ്യാർത്ഥികളും നിങ്ങൾ പറഞ്ഞ അതേ വാചകം ഒന്നാമത്തെ ചോദ്യത്തിന് പറഞ്ഞു. സ്വർഗത്തിൽ ചെന്നാൽ ഞാൻ കാണാൻ ആദ്യം ആഗ്രഹിക്കുന്ന യേശു അപ്പച്ചനെയാണ്. അവൻ പറഞ്ഞു, കർത്താവിൻ്റെ യേശു അപ്പച്ചനെ ഞാൻ കാണുമെന്ന് മാത്രമല്ല, ഞാനവനെ മുത്തം ചെയ്യും, ഞാനവനെ കെട്ടിപ്പിടിക്കും. കുറേ നേരത്തേക്ക് എൻ്റെ യേശു അപ്പച്ചനെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. ഞാൻ മാറി മാറി അവൻ്റെ മുഖത്തും എനിക്ക് വേണ്ടി അടിയേറ്റ എൻ്റെ അപ്പച്ചനെ ഞാൻ മുത്തം ചെയ്യും. അവൻ്റെ മുഖത്ത് ഞാൻ മുത്തം ചെയ്യും, അവൻ്റെ കയ്യിൽ ഞാൻ മുത്തം ചെയ്യും. ഞാൻ ഇച്ചിരി നേരത്തേക്ക് എൻ്റെ യേശുപ്പച്ചനെ ആർക്കും വിട്ടുകൊടുക്കില്ല. നീ ആരെയാണ് രണ്ടാമത് കാണാൻ ആഗ്രഹിക്കുന്നത്? അവൻ പറഞ്ഞു, അതിനുശേഷം ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നത് എന്നോട് സുവിശേഷം പറഞ്ഞ് എന്നെ വൻകൃപയിലേക്ക് നടത്തിയ ദൈവഭൃത്യൻ എവിടെയെന്ന് ഞാൻ അന്വേഷിക്കും. ഞാൻ ആ ദൈവദാസൻ്റെ അരികിൽ ചെല്ലും. താങ്ക്സ് എന്ന് ഞാൻ പറയും. താങ്ക്സ് എന്ന് ഞാൻ പറയും. നന്ദി എന്ന് ഞാൻ പറയും. എന്തുവാ ഞാൻ പറഞ്ഞു, സ്വർഗത്തിൽ ചില ദൈവദാസന്മാരുടെ മുമ്പിൽ വലിയൊരു ക്യൂ ആയിരിക്കും. നാടൻ ഭാഷയെ പറഞ്ഞാൽ ചിലരുടെ അടുത്ത് ഈച്ച പോലും കാണത്തില്ല. യഹോവയിൽ നമ്മൾ ജീവിച്ചും മരിച്ച് അധ്വാനിച്ച് നിത്യതയിൽ ചെല്ലുമ്പോൾ നീ നിമിത്തം യേശുവിനെ അറിഞ്ഞ ചിലരെങ്കിലും അവിടെ താങ്ക്സ് പറയാൻ വരണം, നന്ദി പറയാൻ അവിടെ വരണം. അങ്ങനെയെങ്കിൽ യഹോവയിൽ കർത്താവിന് വേണ്ടി സഹിക്കുന്നതൊന്നും സാരമില്ല. സഹിക്കുന്നൊന്നും സാരമില്ല. നമുക്കെല്ലാവർക്കും ദൈവത്തിൽ എഴുന്നേറ്റ് നിൽക്കാം. താതൻ പേർക്കായി സേവ ചെയ്യുകയാ താതൻ എന്നെ
മാനിക്കുവാൻ. മക്കളെ ഇതെടുത്ത് വെച്ചോ, നിങ്ങൾ റെഡി ആയിക്കോ. താതൻ പേർക്കാ സേവ ചെയ്ത താതന് താരുമോ ഓരോ ബഹുമാനങ്ങൾ വിളങ്ങിടും താരുമോ ബഹുമാ. യെസ് യെസ്. ബാക്കി പിന്നെ പാടിയാൽ മതിയേ, ബാക്കി പിന്നെ മതി. എല്ലാ കണ്ണും അടച്ചാട്, എല്ലാ കണ്ണും അടച്ചാട്. കർത്താവേ, ഞാൻ അപ്രയോജനപ്രത്യനാണെന്ന് പറ. എന്നെ പ്രയോജനമുള്ളവനാക്കി മാറ്റണമേ എന്ന് പറ. എന്നെ ആത്മാക്കളെ നേടുന്നവനാക്കി മാറ്റണമെന്ന് പറ. മനുഷ്യനെ പിടിക്കുന്നവനാക്കി മാറ്റണമെന്ന് പറ. ഒരന്ത്യകാല ശുശ്രൂഷയ്ക്കായി എന്നെ അധികാരപ്പെടുത്തണമെന്ന് പറ. ഞാൻ സൂക്ഷിക്കുന്ന സഭയിൽ ജനം ദർശനം പ്രാപിച്ച ആത്മഭാരമുള്ളവരായി കരഞ്ഞുകൊണ്ട് ഇറങ്ങണമേ. എൻ്റെ മെസ്സേജിൽ ജനം സമർപ്പിക്കപ്പെടണം കർത്താവേ. ആത്മഭാരമുള്ളവരായി ജനം മാറണം കർത്താവേ. ചെറുപ്പക്കാരെ എഴുന്നേൽക്കണപ്പാ, ചെറുപ്പക്കാരെ എഴുന്നേൽപ്പിക്കണേ, യുവാക്കളെ എഴുന്നേൽപ്പിക്കണമേ, സുവിശേഷ ദർശനമുള്ളവരെ എഴുന്നേൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചാട്ട് എന്നെ ഉപയോഗിക്കണമേ, എന്നെ ഇതിന് ശേഷം ഒരു വ്യത്യസ്തനാക്കണമേ എന്ന് പ്രാർത്ഥിച്ചാട്ട് എൻ്റെ മെസ്സേജിൽ വ്യത്യസ്തത വരണം കർത്താവേ. ആഴമേറിയ ദൂതുകൾ എനിക്ക് നൽകണം കർത്താവേ. ഇന്ന് രാവിലെ സമർപ്പിക്കുന്ന ദൈവഭൃത്യന്മാർ, ദൈവദാസിമാർ കൈകൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചാട്ട് ഒരു വ്യത്യസ്തമായ ശുശ്രൂഷ, അധികാരത്തിൻ്റെ ശുശ്രൂഷ, ആത്മവ്യാപാരത്തിൻ്റെ ശുശ്രൂഷ, ജനത്തെ വിരൽ ചൂണ്ടി വിവേചിക്കുന്ന വിവേചനാത്മാവിൻ്റെ ശുശ്രൂഷ ദൈവം നിങ്ങളുടെ മേൽ ഫലമേൽപ്പിക്കാൻ പോകുകയാണ്. കൈകൾ നന്നായി ഉയർത്തിപ്പിടിച്ചാട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, സ്വർഗീയ പിതാവേ, ഈ രാവിലെ ഞങ്ങളെ ഒന്നിച്ചേൽപ്പിക്കുന്നു. ഉച്ചയായ സമയത്ത് ഞങ്ങൾ അപ്രയോജനപ്രത്യരാണപ്പാ. അങ്ങ് ആഗ്രഹിക്കുന്ന നിലയിൽ വളരാൻ ഞാൻ കഴിഞ്ഞിട്ടില്ല കർത്താവേ. ആത്മാക്കളെ നേടുന്നവരാക്കി ഞങ്ങളെ മാറ്റണമേ. നിന്റെ അഭിഷക്തന്മാർക്കായി, നിന്റെ ദാസിമാർക്കായി, നിന്റെ ദാസന്മാർക്കായി, നിന്റെ ദാസനാടിയൻ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അവർ വാതുറക്കുമ്പോൾ അവിടെ വായിൽ നീ വചനം നൽകണമേ. അവർ കൈ നീട്ടുമ്പോൾ സൗഖ്യം വ്യാപരിക്കണമേ. അവർ ശാസിക്കുമ്പോൾ ദുഷ്ടാത്മ വ്യാപാരം വിട്ടുമാറണമേ. ഒരു അന്ത്യകാല ശുശ്രൂഷയ്ക്കായി ഞങ്ങൾ ഒരുക്കണമേ. ഞങ്ങളുടെ തലമുറകളെ ഒരുക്കണമേ അപ്പാ. ഞങ്ങളുടെ സഭകളിൽ നിന്ന് സുവിശേഷം എഴുന്നേൽക്കട്ടെ കർത്താവേ. ദർശനമുള്ളവർ, ഞങ്ങളുടെ യുവാക്കന്മാർ, ആത്മഭാരമുള്ളവർ, സിംഹതുല്യം ഗർജിക്കുന്നവർ, ആത്മാവിൽ പുറപ്പെടുന്നവർ ഞങ്ങളുടെ സഭകളിൽ എഴുന്നേൽക്കട്ടെ കർത്താവേ. ആത്മാക്കളുടെ കൊയ്ത്തിനായി ഞങ്ങൾ ഒരുക്കണമേ. നിന്റെ വലിയ പ്രവൃത്തി ഞങ്ങളുടെ മധ്യേ വെളിപ്പെടുത്തണമേ. നിന്റെ കരം ഞങ്ങളുടെ മേൽ, നിന്റെ ശക്തി ഞങ്ങളുടെ മേൽ വ്യാപരിച്ചിരിക്കാൻ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ കൈകളും നടിച്ച് വായം തുറന്ന് ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ജീസസ്, ആമേൻ, ഹല്ലേലൂയ. ഒന്നിച്ച് പാടി 2 മിനിറ്റ്, എനിക്കറിയാം സംഭവം, 2 മിനിറ്റ് ദൈവത്തെ ആരാധിക്കാൻ പോകുകയാണ്. അതിനു മുമ്പ് ഞാൻ അനേക പുസ്തകങ്ങൾ എഴുതിയോട് നിങ്ങളിൽ പലതും ഉണ്ടെന്ന് എനിക്കറിയാം. നോഹയുടെ കാലം, ദൈവനായിതികൾ, ഞാൻ മടങ്ങും ദൈവം, ബൈബിൾ പ്രഭാഷണം പണ്ടൊക്കെ ഇവിടെ വന്നപ്പോൾ തന്നിട്ടുണ്ട്. നോഹയുടെ കാലമൊക്കെ 25 വർഷം പോയതൊക്കെ ഇപ്പോൾ അതുപോലെ സംഭവിക്കുക. എന്നാൽ ഞാൻ, എൻ്റെ ആത്മകഥയാണിത്. വൻകൃപയുടെ തണലൻ ജീവിതം. 4 പതിറ്റാണ്ട് ദൈവം എന്നെ നടത്തിയ വഴികളാണ്. നിങ്ങളുടെ കണ്ണുകളെ ഇറങ്ങിക്കും, നിങ്ങളെ വലിയ ദർശനമുള്ളവരാക്കി മാറ്റും. നിങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ വായിക്കേണ്ടതാണ് ഈ പുസ്തകമുണ്ട്. കൂടാതെ കുടുംബത്തെക്കുറിച്ചൊരു പുസ്തകമുണ്ട്. ഇസഹാക്കിൻ്റെ വീട്ടിൽ പോലും യേശുക്രിസ്തു നില്ലാതെ നിന്ന് ഇസഹാക്കിൻ്റെ വീട്ടിൽ സംഭവിക്കാൻ പാടില്ല, സംഭവിച്ചു. അനേക ക്രിസ്തീയ വീട്ടിൽ, പെന്തക്കോസുകാരുടെ വീട്ടിൽ, പാസ്റ്റർമാരുടെ വീട്ടിൽ സംഭവിക്കാൻ പാടില്ല. നിങ്ങൾ ക്ലാസ് എടുക്കാൻ നല്ലതാണ് കുടുംബത്തെക്കുറിച്ച്. ഇപ്പോൾ കൃപയാ കേരളത്തിൽ ഏറ്റവും അധികം കല്യാണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞാനാണ്. തിങ്കളാഴ്ചയും വരുന്നുണ്ട് കല്യാണത്തെ. ഇത് യേശുക്രിസ്തുവിനെ വ്യത്യസ്തനാക്കുന്ന 30 കാര്യങ്ങളാണ്. ഈ 3 പുസ്തകം കൂടെ നിങ്ങൾക്ക് വളരെ വിലക്കുറവിടെ ലഭിക്കും. നിങ്ങൾക്കിത് ഒരെണ്ണം മതിയെങ്കിലും കിട്ടും. നിങ്ങളിത് വാങ്ങണം. ദൈവദാസന്മാർ നിങ്ങൾ വായിക്കണം. പ്രൈസ് ദി ലോർഡ്. നമുക്കൊന്നിച്ച് കണ്ണടച്ച് പാടി ഒരു 2-3 മിനിറ്റ് കർത്താവിനെ ഒന്ന് ആരാധിക്കുക. നമ്മൾ ദൈവദാസന്മാരല്ലേ. അഭിഷേകത്തിൻ്റെ ശക്തി വ്യാപരിക്കുന്ന പകലായി മാറട്ടെ. ശുശ്രൂഷ വ്യത്യസ്തമാകട്ടെ. കൈയൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. എല്ലാവരും ഒന്ന് കൈയടിച്ച് ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചേ. അന്യഭാഷ ദൈവത്തെ സ്തുതിച്ചേ. ഓ ഷമ റഖമ സധന ഉടമ ശകോനി ഹംപുറിയാന ഉടമൽ ഖമ റുദുനിയാനമ സതുനിയാന ഉടൽ ഖമ ശതുനിയ ഹംതുനിയ. ഹല്ലേലൂയ. യെസ്, ആദൻബർഗ ദൂതസംഗമ
സങ്കമാകവേ എന്നെ എതിരേൽക്കുവാൻ സദസന്നദ്ധരായി നിന്നിടുന്നേ. ശുഭ്രവസ്ത്രധാരിയാം എന്റെ പ്രിയന്റെ മുമ്പിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയാം എന്റെ പ്രിയന്റെ മുമ്പിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ഏറെ നാളായി ഞാൻ മനാശയായി ഹല്ലേലൂയ എന്റെ പ്രിയനേ. ഏറെ നാളായി മനാശയായി കാത്തിരുന്ന എന്റെ പ്രിയനേ. തേജസ്സോടെ ഞാൻ കാണുന്ന നേരം തിരുമാറോടണഞ്ഞിടുമേ. തേജസ്സോടെ ഞാൻ കാണുന്ന നേരം തിരുമാറോടണഞ്ഞിടുമേ. ദൂതസംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സദസന്നദ്ധരായി നിന്നിടുന്നേ. ശുഭ്രവസ്ത്രധാരിയാം എന്റെ പ്രിയന്റെ മുമ്പിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയാം എന്റെ പ്രിയന്റെ മുമ്പിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. നാഥൻ പേർക്കായി സേവ ചെയ്തതാ ചേർന്ന് പാടി ശക്തിയോടെ മാനിക്കുവാനായി. നാഥൻ പേർക്കായി സേവ കരങ്ങളെ അടിച്ച് ശക്തിയോടെ ആത്മനിറവിൽ പാടി ദൈവത്തെ സ്തുതിക്കുവാൻ തരുമോരോരോ ബഹുമാനങ്ങൾ വിളങ്ങിടും കിരീടങ്ങളാ. തരുമോരോരോ ബഹുമാനങ്ങൾ വിളങ്ങിടും കിരീടങ്ങളാ. ദൂതസംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സദസന്നദ്ധരായി നിന്നിടുന്നേ. ശുഭ്രവസ്ത്രധാരിയായ എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയായ എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയായ എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയായ ആമേൻ 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 ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദുടാരാധ ശബ്ദാബാല വൈഡാബാല ധീബാലാബാല ഉടാദാന അർത്ഥകരാധന വൈഡവരക്ഷ വേദാദാന ധീരാദാല വൈഡാദാല വൈഷമാന നരവേദ വൈഡവരക്ഷ വേദവനാര ശബ്ദലദാന ഹംദലരഗദല വൈഡവരക്ഷ സന്ദലാന വൈഡാദാന ധേരാദാന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. തുരാദരാദല രവടവ ശബ്ദല ഗടഗദല ഗദലഗ സിയാദല ഹംദരാദല വൈഡവര ഗടഗ ഷൗഡവന ഗടഗദല ഗടഗ സിയാദല അർത്ഥനാദര ഗടഗ ശബ്ദൽ പ്രൗഢവന ഗടഗ ഷൗഡവന ഗടഗദയ അർത്ഥനാദര വൈഡരക്ഷസിയ വേദരാദല. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവിന്റെ രക്തദാൽക്ഷയം ധനാധരാധന വൈഷവര ഘടകദലക സന്ധനാധനാധന അന്ധരാധന വൈഡവര ഘടക ഷൗഡവര ഘടകദലക സിയാദല ധനാധര ഘടക ഷൗഡവര ഘടകദലക സിയ. പരിശുദ്ധാത്മാവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. അവിടുത്തെ സാന്നിധ്യത്തിനായി സ്തോത്രം. അവിടുത്തെ അഭിഷേകത്തിനായി സ്തോത്രം. അവിടുത്തെ അളവറ്റ ശക്തിക്കായി സ്തോത്രം. അവിടുത്തെ അളവറ്റ കൃപകൾക്കായി സ്തോത്രം. ഞങ്ങളെ സുവിശേഷത്തിനായി ശക്തരാക്കണമേ. ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഒരു നിമിഷം കൂടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വസ്ഥാനങ്ങളിരിക്കാം. ഇപ്പോൾ നമുക്കെല്ലാവർക്കും ഒരു നിമിഷം കൂടെ ദൈവസന്നിധി പ്രാർത്ഥിക്കാം. നമ്മുടെ ജനറൽ പ്രസിഡൻ്റായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ എം എ വർഗീസ് അവറുകൾ മുൻപോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് ഈ സെക്ഷൻ അവസാനം. ഇന്ന് പകൽക്കാലം സുവിശേഷം എങ്ങനെ അറിയിക്കണമെന്നും അതിൻ്റെ ആവശ്യകത എന്താണെന്നും കർത്താവിൻ്റെ ദാസനിൽ കൂടി വ്യക്തമായി നാം കേട്ടു. കേട്ടേച്ചു പോകുന്നവർ മാത്രമായി തീരുകയല്ല, അതിൻ്റെ മുൻപിൽ ഒരു സമർപ്പണം നമുക്ക് ആവശ്യമാണ്.
യെശയ്യാവ് 6-ാം അധ്യായം 8-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: അനന്തരം നാം ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകും. ആ ശബ്ദം കേട്ട് യെശയ്യാവ് പറഞ്ഞു, അടിയനിതാ, അടിയനെ അയക്ക. ഇന്ന് പകൽ നമുക്ക് അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ കഴിയുമോ? ദൈവമേ, എന്നെ നീ ഉപയോഗിക്കണമേ, എന്നെ ഉപയോഗിക്കണമേ. സുവിശേഷം കേൾക്കാത്ത എത്രയോ ജീവിതങ്ങൾ നാം ആയിരിക്കുന്ന ഏരിയയിലുണ്ട്. നാം കേട്ടുവല്ലോ, നിലങ്ങൾ ഇപ്പോൾ തന്നെ കൊയ്ത്തിന് വെളുത്തിരിക്കുന്നത് കാണും, വേലക്കാർ ചുരുക്കം. നമ്മിൽ നിക്ഷിപ്തമായിരിക്കുന്ന കടമ വിശ്വസ്തയോടെ ചെയ്യുവാൻ കർത്താവ് നമ്മെ ആഹ്വാനം ചെയ്തത്, എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായി തരും. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, ചോദിക്കാം. സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. നമുക്ക് കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഒരു പുതിയ തീരുമാനം നമുക്കെടുക്കാം. അതേ കർത്താവേ, വീട് തോറും ഞാൻ കയറിയിറങ്ങും, വീടുകൾ തോറും ഞാൻ കയറിയിറങ്ങും. സുവിശേഷം കേൾക്കാത്ത വ്യക്തികളോട് സുവിശേഷം ഞാൻ അറിയിക്കും, ട്രാക്റ്റ് ഞാൻ കൊടുക്കും. ഒരു പുതിയ തീരുമാനത്തോടെ നമുക്കിവിടെ വിട്ടുപോകാനിടയായി തീരട്ടെ. പ്രാർത്ഥിക്കാം. നിത്യനും പരിശുദ്ധനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് ലഭിച്ച ഈ നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇവാഞ്ചലിസം ബോർഡിൻ്റെ നേതൃത്വത്തിൽ കർത്താവേ, സുവിശേഷം എങ്ങനെ അറിയിക്കണം, എപ്പോൾ അറിയിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ആധികാരികമായി അവിടുത്തെ ദാസനിൽ കൂടി ഞങ്ങളെ കേൾപ്പിച്ച കൃപയ്ക്കായി സ്തോത്രം. പൊന്നപ്പച്ച, ഞങ്ങളിൽ നിക്ഷിപ്തമായിരിക്കുന്ന കടപ്പാട് വിശ്വസ്തയോടെ ചെയ്തെടുക്കുവാൻ, അയ്യോ ദൈവമേ, നശിച്ചു പോകുന്ന ജീവിതങ്ങളുടെ രക്തത്തിൻ്റെ വില ഞങ്ങളുടെ മേൽ നീ ചോദിക്കുമെന്ന് ഞങ്ങൾ അറിയുന്നു നാഥ. ആരും തന്നെ നഷ്ടപ്പെട്ടു പോകാൻ, നശിച്ചു പോകാൻ ഇടയാകാതെ കർത്താവേ, ജീവിതങ്ങൾ ദൈവഭാഗത്തേക്ക് കടന്നു വരുവാൻ, രക്ഷിക്കപ്പെടുവാൻ കർത്താവേ, ഞങ്ങളുടെ ഓരോ സഭകളിൽ സ്നാനങ്ങൾ നടക്കുവാൻ, പുതിയ ജീവിതങ്ങൾ വിശ്വാസത്തിലേക്ക് കടന്നു വരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടയാക്കേണ്ടതിനായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഒരു വലിയ ആത്മഭാരത്തിൻ്റെ ഉടമകളാക്കി ഞങ്ങളെ ഓരോരുത്തരെയും തീർക്കണമേ കർത്താവേ. PMG പ്രസ്ഥാനത്തെ മൊത്തം നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. എല്ലാവിടുത്തെ അഭിഷിക്തന്മാർക്കായി സ്തോത്രം ചെയ്യുന്നു. എല്ലാ സഭകളിലുമുള്ള വിശ്വാസികൾക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, സുവിശേഷം അറിയിക്കുന്ന കാര്യത്തിൽ ഉത്സുകരായി തീരുവാൻ ദൈവം സകലരെയും സഹായിക്കും. നീ ഞങ്ങൾക്ക് നൽകിയ ഈ നല്ല അവസരത്തിനായി സ്തോത്രം. സർവമഹത്വവും ഞങ്ങൾ അങ്ങേക്ക് തരുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥന കേൾക്കും പിതാവേ. കർത്താവ് പ്രാർത്ഥന കേട്ടത് ഓർത്ത് സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇന്ന് പകൽ ദൈവം നമ്മെ അനുഗ്രഹിച്ചതോർത്ത് സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നാം ഓരോരുത്തരുടെ മേലും ഇന്നോർത്ത് പ്രാർത്ഥിച്ച സകല വിഷയങ്ങളുടെ മേൽ, വിശേഷാൽ അവിടുത്തെ വചനം ആധികാരികമായി ഞങ്ങളുടെ മധ്യേ ശുശ്രൂഷിച്ച കർത്താവേ, അവിടുത്തെ വിലയേറിയ ഭക്തന്മാരുടെ മേൽ ഇന്നും എന്നേക്കും കർത്താവിന്റെ രണ്ടാമത്തെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ജയം നൽകിയ ദൈവത്തിന് കരമുയർത്തി ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ.